ഫൗണ്ടേഷന്റെ പ്രവർത്തനം ഔപചാരികമായി ആരംഭിക്കുന്നത്. 2023 അദ്ദേഹത്തിന്റെ സാഹിത്യരംഗത്തെ സംഭാവനകൾക്ക് ഊന്നൽ നൽകിയുള്ള സംവാദങ്ങളാണ് സംഘടിപ്പിച്ചതെങ്കിൽ അടുത്ത വർഷം, അതായത് 2024 അദ്ദേഹത്തിന്റെ ആത്മീയതയെ പറ്റിയാണ് നമ്മൾ ചർച്ച ചെയ്തത്. ഈ വർഷം മാടമ്പിന്റെ ചലച്ചിത്ര രംഗത്തെ സംഭാവനകളെ പറ്റി നമുക്ക് സംസാരിക്കാം. താൻ എഴുതിയ ഒരു കൃതി ചലച്ചിത്രമാക്കപ്പെടുമ്പോൾ അതിന് സംഭാഷണം എഴുതുകയും മുഖ്യ കഥാപാത്രമായി അഭിനയിക്കുകയും ചെയ്യുക എന്നത് ലോക സിനിമയിൽ തന്നെ അത്യപൂർവമായി വിലയിരുത്തപ്പെടുന്നു. ചലച്ചിത്ര രംഗത്ത് ശ്രീ മാടമ്പ് കുഞ്ഞുകുട്ടന്റെ സംഭാവനകളെ പറ്റി ചർച്ച ചെയ്യുന്ന മാടമ്പ് ഓർമ്മ 2025 സിനിമാ വിചാരം പരിപാടിയിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. കർമ്മഭൂമി തളിരിടുന്ന വർണ്ണമേകിയും നമ്മിൽ വാഴുമാതിനാമം ഇന്നു വാഴ്ത്തിടാം. ഞങ്ങൾ പാടുമീ സ്വരങ്ങൾ കീർത്തനങ്ങളാകണേ. ചോടുവയ്ക്കുമീ പദങ്ങൾ നൃത്തലോലമാകണേ. കുഞ്ഞു വീടിനുൾക്കളങ്ങൾ സ്വർഗമാകണേ. അമ്മ നൽകും ഉമ്മ പോലും അമൃതമാകണേ. പൂർണ്ണമീ ചരാചരങ്ങൾ ഗുരുവരങ്ങളാകണേ. ഹൃദയരാഗ തന്ത്രി നീട്ടി. നന്ദി ആരുണി. അടുത്തതായി നമ്മുടെ ക്ഷണം സ്വീകരിച്ചെത്തിയ വിശിഷ്ടാതിഥികൾക്ക് സ്വാഗതം ആശംസിക്കാൻ ശ്രീ കിഷൻ മാടമ്പിനെ ക്ഷണിക്കുന്നു. എല്ലാവർക്കും നമസ്കാരം. ഓർമ്മകൾ എന്ന് പറയുമ്പോൾ പൊതുവെ അതിനൊരു ഭൂതകാലത്തിൻ്റെ ഒരു കൊണോട്ടേഷനാണ്, ഒരു ഛായയാണ് എപ്പോഴും ഓർമ്മകൾ എന്ന് പറഞ്ഞാൽ. പക്ഷേ ഞാൻ വായിച്ച ഒരു ശ്രദ്ധേയമായിട്ടുള്ളൊരു വാചകം മെമ്മറീസ് ആർ ദ കീ ടു ദ ഫ്യൂച്ചർ എന്നാണ്. അതായത് നല്ലൊരു ഭാവി കാലം ഉണ്ടാവണമെങ്കിൽ നല്ല ഓർമ്മകൾ ഉണ്ടാവണം എന്നുള്ളതാണ്. അപ്പോൾ മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന വ്യക്തി ഇവിടെ ഇരിക്കുന്ന ഓരോരുത്തരുടെ ജീവിതത്തിലും ഒരുപാട് ഓർമ്മകൾ നൽകിയിട്ടുള്ള ഒരാളാണ്. എൻ്റെ ജീവിതത്തിലും അങ്ങനെ തന്നെയാണ്. ചെറുപ്പത്തിൽ സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് ഞാൻ വലിയച്ഛനെ എഴുത്തെഴുതുമായിരുന്നു. അപ്പോൾ പിന്നെ ആ മറുപടിക്ക് വേണ്ടി കാത്തിരിക്കുന്ന ഒരു ഓർമ്മയുണ്ട്. പിന്നെ ഞാൻ നമ്മളുടെ ഈ ചുറ്റുവട്ടത്ത് ബോട്ട് ഷൂട്ട് നടക്കുന്ന, ആദ്യമായിട്ട് ബോട്ട് ഷൂ മുണ്ടിൻ്റെ കൂടെ ഇട്ട് നടക്കുന്ന ലാലേട്ടനൊക്കെ ഇടുന്നതിന് ഒരുപാട് വർഷങ്ങൾക്ക് മുമ്പ് അതൊരു ഫാഷൻ ആക്കിയിട്ടുള്ള ഒരാളായിരുന്നു വലിയച്ഛൻ. അങ്ങനെ ഒരു ഓർമ്മയുണ്ട്. അപ്പോൾ അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ആണ് അതൊക്കെ. പക്ഷേ വ്യക്തിപരമായിട്ടുള്ള ഓർമ്മകളാണ്. ഞാൻ ഷുവർ നിങ്ങൾക്ക് എല്ലാവർക്കും അതുപോലത്തെ ഓർമ്മകൾ ഉണ്ടാവും എന്ന്. അത് മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന വ്യക്തിയുടെ ഓർമ്മകളാണ്. പക്ഷേ കേരളത്തിലെ കലാ, സാംസ്കാരിക, സാമൂഹിക മേഖലയിൽ വ്യക്തിമുദ്ര പതിപ്പിച്ച മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന ബഹുമുഖ പ്രതിഭയുടെ ഒരുപാട് ഓർമ്മകൾ ഉണ്ട്. അത് തങ്ങി നിൽക്കുന്ന ഒരു സ്ഥലമാണിത്. മാടമ്പ് ഫൗണ്ടേഷൻ്റെ ഒരു ഒബ്ജക്റ്റീവും അത് തന്നെയാണ്. കേരളത്തിലെ കലാ, സാംസ്കാരിക, സാമൂഹിക മേഖലയിൽ ഇത് ഒരുപാട് വ്യക്തിമുദ്ര പതിപ്പിച്ച മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ ഓർമ്മകളെ എല്ലാ വർഷവും പുതുക്കിക്കൊണ്ട് അദ്ദേഹം വ്യാപരിച്ചിരുന്ന മേഖലകളിലെ ആൾക്കാരെ ഇവിടെ വിളിച്ചു കൊണ്ടുവന്ന് ആ ഓർമ്മകളെ പുതുക്കുക, അങ്ങനെ ഒരു കൂടിച്ചേരൽ ഉണ്ടാകുക എന്നുള്ളതാണ്. കാരണം ഇന്നത്തെ കാലത്ത് ഏറ്റവും ബുദ്ധിമുട്ടുള്ള ഒരു സംഭവം കൂടിച്ചേരലുകളാണ്. കാരണം എല്ലാം ഓൺലൈനാണല്ലോ ഇപ്പോൾ കൂടിച്ചേരലുകളെല്ലാം. അതുകൊണ്ട് ഫിസിക്കലായിട്ടുള്ളൊരു കൂടിച്ചേരലുകൾ, ആ ഓർമ്മകളെല്ലാം മുന്നിൽ നിർത്തിക്കൊണ്ട് ഒരു കൂടിച്ചേരലാണ് നമ്മൾ ഉദ്ദേശിക്കുന്നത്. നേരത്തെ പറഞ്ഞതുപോലെ വലിയച്ഛൻ വ്യാപരിച്ചിട്ടുള്ള പല മേഖലകളിൽ ഒരു മേഖലയാണ് സിനിമ. ഒരുപക്ഷെ ഹി വാസ് ഡെസ്റ്റൈൻഡ് ടു കം ടു സിനിമ എന്ന് പറയുന്നതായിരിക്കും ശരി. കാരണം
അശ്വത്ഥമാവിൽ അഭിനയിക്കേണ്ട ആളായിരുന്നില്ല, എന്നാലും അങ്ങനെ അഭിനയിച്ചു. പിന്നീട് ഒരു എഴുത്തുകാരൻ എന്നുള്ള നിലയ്ക്ക്, തിരക്കഥാകൃത്ത് എന്നുള്ള നിലയ്ക്ക് സിനിമയിലെത്തി. അപ്പോൾ ഹി വാസ് ഡെസ്റ്റൈൻഡ് ടു ബി ഇൻ ദാറ്റ് ഫീൽഡ്. ദേശീയ അവാർഡ് ലഭിച്ച ഒരു തിരക്കഥാകൃത്ത് വരെയായ അദ്ദേഹം ഒരുപാട് കഥകൾ, കാരണം സിനിമയുടെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളത് കഥയാണ്. അപ്പോൾ കഥയിൽ ഒരുപാട് കഥകൾ നമുക്ക് സമ്മാനിച്ചിട്ടുള്ള അദ്ദേഹത്തിൻ്റെ സിനിമ ജീവിതവും സിനിമയെക്കുറിച്ച് പൊതുവെയും ഒക്കെ ഇവിടെ ഇരിക്കുന്ന എല്ലാവർക്കും നമ്മൾ പങ്കുവയ്ക്കാന്നുള്ള ഒരു ഒബ്ജക്റ്റീവാണ് ഇന്നത്തെ ദിവസത്തിൻ്റെ. അപ്പോൾ അതിന് വേണ്ടിയിട്ട് അതിനുള്ള തുടക്കം ആണ് ഇപ്പോൾ. എൻ്റെ ജോലിയിലേക്ക് ഞാൻ കിടക്കുകയാണ്. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരുപാട് വിശിഷ്ടരായിട്ടുള്ള ആൾക്കാർ ഇവിടെ എത്തിയിട്ടുണ്ട്, ഇനിയും വരുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ ആദ്യത്തെ ഉദ്ഘാടന സെഷനിലുള്ള ആൾക്കാരെ ഞാൻ ഒന്ന് സ്വാഗതം ചെയ്യാം. ആദ്യമായിട്ട് ശരിക്കും പറഞ്ഞാൽ ഞാൻ ആലോചിച്ചു, ശരിക്കും അധ്യക്ഷനെയാണ് ആദ്യം സ്വാഗതം ചെയ്യേണ്ടതെന്നാണ് പറയുക. പക്ഷെ ഞാനതൊന്ന് തെറ്റിച്ച് സീനിയോറിറ്റി പ്രകാരം സ്വാഗതം ചെയ്യാൻ പോവുകയാണ്. ഞാൻ ക്ഷമിക്കണം. ആദ്യം ഞാൻ നമ്മുടെ മുഖ്യാതിഥി ശ്രീ പി ടി കുഞ്ഞുമുഹമ്മദിനെ സ്വാഗതം ചെയ്യുകയാണ്. ശ്രീ പി ടി വല്യച്ഛൻ്റെ ഒപ്പം സഞ്ചരിച്ച ആളാണ്. അശ്വത്ഥമാവ് മുതൽക്ക് ഒപ്പം സഞ്ചരിച്ച ആളാണ്. അദ്ദേഹത്തിൻ്റെ സിനിമ അല്ലെങ്കിൽ മാധ്യമപ്രവർത്തനത്തെ കുറിച്ചൊന്നും ഞാൻ പറയേണ്ട ആവശ്യമില്ല, നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. മലയാള സിനിമയിൽ വളരെയധികം സ്വന്തമായിട്ടുള്ള സംഭാവനകൾ നൽകിയിട്ടുള്ള, പക്ഷേ നമ്മൾക്ക് അതിലും ഉപരി മാഡം ഫൗണ്ടേഷൻ്റെ വലിയൊരു ഹെൽപ്പാണ് അദ്ദേഹം. പി ടി കുഞ്ഞുമുഹമ്മദിനെ ഞാൻ ഇന്നത്തെ മാഡം ഓർമ്മ സിനിമാ വിചാരത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. ഫൗണ്ടേഷൻ്റെ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും എൻ്റെ വ്യക്തിഗതമായി പറയുന്നു. ബി ഉണ്ണികൃഷ്ണൻ, ഞാൻ ഉണ്ണിയേട്ടൻ എന്ന് വിളിക്കുന്ന ബി ഉണ്ണികൃഷ്ണൻ, ഇങ്ങനെയൊരു പ്രോഗ്രാം ഉണ്ടെന്ന് ഞാൻ പറയുമ്പോഴും അദ്ദേഹത്തിനോട് പറയുമ്പോൾ വളരെ പെട്ടെന്ന് തന്നെ വരാമെന്ന് പറയാനുള്ള ഒരു കാരണം, സിനിമയെക്കുറിച്ചാണല്ലോ ഇന്നത്തെ നമ്മളുടെ സംഭാഷണങ്ങൾ. സിനിമ ഒരുപാട് മാറ്റങ്ങളിലൂടെയും സങ്കീർണമായിട്ടുള്ള ചേഞ്ചുകളിലൂടെയൊക്കെ കടന്നു പോകുന്ന സമയമാണ്. മലയാള സിനിമ എടുത്തു കഴിഞ്ഞാൽ തന്നെ കഥാപരമായിട്ട് വളരെ നന്നായിട്ട് മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയമാണ്. എന്നാൽ കച്ചവടപരമായിട്ട് ഒരുപാട് ചാലഞ്ചുകളും ഒക്കെ ഫേസ് ചെയ്യുന്ന സമയമാണ്. സാങ്കേതികതയോടുകൂടി ഒരുപാട് മാറ്റങ്ങൾ വന്നുകൊണ്ടിരിക്കുന്ന സമയമാണ്. അപ്പോൾ ഈ 3 മേഖലകളിലെല്ലാം തന്നെ നന്നായിട്ട് വ്യാപരിച്ച് വ്യക്തിമുദ്ര പതിപ്പിച്ച ഒരാളാണ് ബി ഉണ്ണികൃഷ്ണൻ. തൻ്റെ ആദ്യത്തെ തിരക്കഥയിലൂടെ തന്നെ സംസ്ഥാന അവാർഡ് 99 ജലമമ്പലം അല്ലേ, അതിലൂടെ തന്നെ സംസ്ഥാന അവാർഡ് നേടിയ ആളാണ് ഉണ്ണിയേട്ടൻ. ആദ്യത്തെ ടെലിവിഷൻ, അത് ഏഷ്യാനെറ്റിലാണെന്നുള്ളത് എനിക്ക് കുറച്ചും കൂടി ഒരു പ്രൗഢിയോടുകൂടി പറയാൻ പറ്റും. ആദ്യത്തെ ടെലിവിഷൻ പ്രോഗ്രാമിലൂടെ തന്നെ സംസ്ഥാന അവാർഡ് നേടിയിട്ടുള്ള ആളാണ്. ആദ്യത്തെ ടെലിഫിലിമിന് 6 സംസ്ഥാന അവാർഡുകൾ നേടിയിട്ടുണ്ട്. ടെക്നോളജിയുടെ കാര്യം പറഞ്ഞു, മലയാളത്തിലെ ആദ്യത്തെ 8K സിനിമ വിഷ്വലൈസ് ചെയ്ത് സംവിധാനം ചെയ്ത ആളാണ്. 2017 വില്ലൻ എന്ന സിനിമ. കച്ചവടത്തിൻ്റെ കാര്യത്തെ കുറിച്ച് പറയുകയാണെങ്കിൽ മലയാള സിനിമയുടെ ഇട്ടാവട്ടത്തിൽ നിന്ന് മലയാള സിനിമ പുറത്തേക്ക് കൊണ്ടുവന്ന വലിയ പ്രൊഡക്ഷൻ ഹൗസുകളായിട്ട്, അത് യൂട്യൂബുകളായിട്ടും വായക്കോമൊക്കെ ആയിട്ട് ആദ്യത്തെ സിനിമകൾ സംരംഭത്തിൽ ഏർപ്പെട്ടിട്ടുള്ള ഒരു ബഹുമുഖ പ്രതിഭയാണ്. റൈറ്ററാണ്, അടിസ്ഥാനപരമായിട്ട് റൈറ്ററാണ് അല്ലേ, സംവിധായകനാണ്, പ്രൊഡ്യൂസർ ആണെങ്കിൽ കൂടി അടിസ്ഥാനപരമായിട്ട് റൈറ്ററാണ്. ഉണ്ണിയേട്ടനും ഞാൻ ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും നിങ്ങളുടെ എല്ലാവരുടെ പേരിലും ഞാൻ സ്വാഗതം പറയുന്നു. ഒരുപാട് നന്ദി വന്നതിൽ. നമ്മുടെ അധ്യക്ഷൻ ഡോക്ടർ രാജേഷ് കൃഷ്ണൻ ആതുര സേവനവും കലയും ഒരേ സീരിയസ്നെസ്സോടുകൂടി കൊണ്ടുപോകുന്ന ആളാണ്. ഔപചാരികതയൊന്നും ആവശ്യമില്ല. രാജേഷേട്ടൻ ഞങ്ങൾക്ക് റോൾ മോഡലാണ്, എനിക്കും റോൾ മോഡലാണ്. അതുകൊണ്ട് രാജേഷേട്ടൻ പ്രായം മനസ്സിലായിട്ടുണ്ടാകുമ്പോൾ രാജേഷേട്ടന് ഇന്നത്തെ ഇതിൻ്റെ അധ്യക്ഷനായ രാജേഷേട്ടന് ഫൗണ്ടേഷൻ്റെ പേരിലും എൻ്റെ വ്യക്തിപരമായ പേരിലും സ്വാഗതം പറയുന്നു. ഇന്ന് നമ്മുടെ ഉദ്ഘാടനത്തിന് വേണ്ടി വരാനിരുന്നത് വിധുബാല ആണ്. ശ്രീമതി വിധുബാല വളരെ അവസാന നിമിഷം ഒരു ചെന്നൈ യാത്ര നടത്തേണ്ടി വന്നുകൊണ്ട് അവർക്ക് വരാൻ പറ്റിയില്ല. വളരെയധികം ദുഃഖത്തോടു കൂടിയിട്ട് ഇന്നലെയാണ് പറഞ്ഞത് വരാൻ പറ്റിയില്ല എന്നുള്ളത്. എങ്കിലും ഔപചാരികമായി ഞാൻ അവരെ സ്വാഗതം ചെയ്യുന്നു. മനസ്സുകൊണ്ട് ഇവിടെ ഉണ്ട് എന്ന് എന്നോട് പറയുകയും ചെയ്യുന്നു. അതുകൊണ്ട് അവരെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു. അടുത്തതായിട്ട് സ്വാഗതം ചെയ്യാനുള്ളത് നിങ്ങൾ ഓരോരുത്തരെയാണ്. കാരണം ഈ ഫൗണ്ടേഷൻ ഓരോ വർഷവും നമ്മൾ ഓരോ കാര്യങ്ങളായിട്ട് ചെയ്യുമ്പോഴും അതിന് ഏറ്റവും കൂടുതൽ ശക്തി പകരുന്നത് വല്യച്ഛൻ്റെ ബന്ധുമിത്രാദികളും സുഹൃത്തുക്കളും ഒരുമിച്ച് വർക്ക് ചെയ്തിട്ടുള്ളതായിട്ടുള്ള നിങ്ങൾ എല്ലാവരുമാണ്. അപ്പോൾ നിങ്ങളെല്ലാവരെയും ഞാൻ ഇന്നത്തെ ഈ സിനിമാ വിചാരം എന്ന പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. നന്ദി കിഷൻ. ഇനി അധ്യക്ഷ ഭാഷണം ഡോക്ടർ രാജേഷ് കൃഷ്ണനെ ക്ഷണിക്കുന്നു. നമസ്കാരം. ഇന്ന്
മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന് പറയുന്ന മഹാപ്രതിഭയുടെ ഓർമ്മ പുതുക്കുന്നതിനും അദ്ദേഹത്തിൻ്റെ വൈവിധ്യമാർന്ന കർമ്മമേഖലകളുടെ പ്രാധാന്യവും അതിൽ അദ്ദേഹം ചെലുത്തിയ അദ്ദേഹത്തിൻ്റെ പ്രാവീണ്യവും നമ്മളെ ഒന്നുകൂടി ഓർമ്മിപ്പിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു ഒത്തുചേരലാണ്. അതിലേവർക്കും ഒരിക്കൽ കൂടെ ഞാൻ സ്വാഗതം പറയുന്നു. മാടമ്പ് കുഞ്ഞുകുട്ടൻ എന്ന് പറയുന്ന മഹാപ്രതിഭ, അദ്ദേഹത്തിൻ്റെ ജീവിതം, അദ്ദേഹത്തിൻ്റെ കർമ്മമണ്ഡലം, അദ്ദേഹത്തിൻ്റെ ചിന്താസരണികൾ, ഇതെല്ലാം ഒരു ക്യാൻവാസിൽ പകർത്തുക എന്നുള്ളത് അസാധ്യമായൊരു കാര്യമാണ്. അത്രയും അധികം വൈവിധ്യതയോടുകൂടി, ഒരുപാട് പ്രാവീണ്യത്തോടുകൂടി അദ്ദേഹം വരച്ചു വെച്ചിട്ടുള്ള ആ ജീവിത കഥ അതിൻ്റെ ഓരോ ഏടുകളായിട്ടെടുത്ത് ഓരോ പ്രാവശ്യം നമ്മളിലേക്ക് എത്തിക്കുകയും നമ്മളുടെ ഓർമ്മകളെ പുതുക്കുകയും ചെയ്യുകയാണ് മാടമ്പ് ഫൗണ്ടേഷൻ. അതിൽ ഇന്ന് സിനിമാ വിചാരം, അതിന് പ്രഗത്ഭരായിട്ടുള്ള വ്യക്തികൾ വരെയുണ്ട്. ഒരു നീണ്ടൊരു അധ്യക്ഷ പ്രസംഗമൊന്നും നടത്താൻ എനിക്ക് അറിയുമില്ല, അതിനുള്ള അവസരവുമില്ല. എന്നിരുന്നാലും കുഞ്ഞുകുട്ടേട്ടനെ പറ്റി പറയുമ്പോൾ അദ്ദേഹത്തിൻ്റെ കാൽപ്പനികത, അദ്ദേഹത്തിൻ്റെ കഴിവ് കാണിച്ചിട്ടുള്ള പല മുഹൂർത്തങ്ങളും നമ്മുടെ മുമ്പിലുണ്ട്. പല പുസ്തകങ്ങളായും പല സിനിമകളായിട്ടും. അതിലെനിക്ക് ഏറ്റവും ഇഷ്ടം തോന്നിയതും വളരെയധികം അത്ഭുതം ഉണ്ടാക്കിയതുമായിട്ടുള്ള ചില 1-2 വിവരണങ്ങൾ ഞാനിവിടെ പറയാം. 1970-ആണെന്ന് തോന്നുന്നു, 70-71 മറ്റോ ആണ് അശ്വത്ഥാമാവ് എന്ന കൃതി അദ്ദേഹം രചിക്കുന്നത്. അന്ന് അദ്ദേഹത്തിന് 29-30 വയസ്സ് പ്രായം. അപ്പോൾ ആ പ്രായത്തിൽ അദ്ദേഹം എഴുതിയ അശ്വത്ഥാമാവിൽ കുഞ്ചുണ്ണിയെ പറ്റി വിവരിക്കുന്ന ഒരു കുറച്ച് വാചകങ്ങളുണ്ട്. 1000-ൽ പരം വർഷങ്ങൾ കൊടുങ്കാടിലൂടെ വ്രണങ്ങളിൽ നിന്ന് ഒലിച്ചിറങ്ങുന്ന ചോരയും ചലവും ശരീരത്തിൽ ഇഴുകിച്ചേർന്ന് കട്ട പിടിച്ച് വികൃതമായ രൂപത്തോടുകൂടി നെഞ്ചത്തടിച്ച് ആർത്ത് കരഞ്ഞുകൊണ്ട് ഓടി നടക്കുന്ന ഒരാളാണ് അശ്വത്ഥാമാവ്. അതാണ് കുഞ്ചുണ്ണി. അശ്വത്ഥാമാവിനും മരണമില്ല, കുഞ്ചുണ്ണിക്കും മരണമില്ല. ഇത്രയേറെ ഭംഗിയായി അശ്വത്ഥാമാവിനെ വരച്ചു കാട്ടാൻ അത് ആ പ്രായത്തിൽ എഴുതിയിട്ടുള്ള അദ്ദേഹത്തിനല്ലാണ്ട് വേറെ ആർക്കും കഴിയുമെന്ന് എനിക്ക് തോന്നുന്നില്ല. നമ്മുടെ മനസ്സിൽ ശാപമേറ്റ് ചിരഞ്ജീവിയായി ശിഷ്ടകാലം കാട്ടിലൂടെ അലിഞ്ഞുതിരിയുന്ന അശ്വത്ഥാമാവ്, അതുപോലെ തന്നെ കുഞ്ചുണ്ണിയും സവർണകുലത്തിൽ ജനിച്ച് ഒരുപാടധികം വിദ്യാഭ്യാസവും ബൗദ്ധികമായിട്ടും വളരെയധികം ഉന്നതിയിൽ നിൽക്കുന്ന ആ കുഞ്ചുണ്ണി പടിപടിയായി താഴ്ന്ന് ജീവിതത്തിൽ ഒന്നുമല്ലാതായി തീരുന്ന ആ കുഞ്ചുണ്ണി. അതിൻ്റെ ആ വിവരണം വല്ലാണ്ട്. അതുമാതിരി തന്നെ അതിനകത്ത് വേറൊരു വിവരണം, കുട്ടൻ വിവാഹം കഴിച്ചു കൊണ്ടിരുന്നൊരു വടക്കേ ഇന്ത്യക്കാരി, പഞ്ചാബുകാരിയൊക്കെയാണ്. അവരെപ്പറ്റി അവരുടെ ഒരു വിവരണം കൂടി വളരെ അത്ഭുതമായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ടായിരുന്നു. അങ്ങകലെ ഹിമാലയത്തിൻ്റെ മടിയിലേക്ക് കയറി കിടക്കുന്ന ഒരു ഗ്രാമത്തിൽ ഓടിക്കളിച്ച് വളർന്നൊരു പെൺകുട്ടി ഇന്ന് കേരളത്തിലെ ചെതലരിച്ച് ദ്രവിച്ച നാലുകെട്ടിൽ വന്നിരിക്കുന്നു. ചുരിദാറും പൈജാമയും കുർത്തയും ഉപേക്ഷിച്ച് 1.5 വേഷ്ടിയും ഉടുത്ത് ലിപ്സ്റ്റിക്കിന് പകരം 3 കൂട്ടി മുറുക്കി ചുണ്ട് ചുവപ്പിച്ച് കറുകമാലയും മറ്റും ധരിച്ച് ചന്തം കൂട്ടി ഇവിടെ ഇരിക്കുന്ന ആ പെൺകുട്ടി. അത് ആ പെൺകുട്ടിയുടെ ആ ഒരു മാറ്റത്തെ അദ്ദേഹം വിവരിച്ചിട്ടുള്ളത്, വർണ്ണിച്ചിട്ടുള്ളതിൻ്റെ ഒരു ഭംഗി, അത് എൻ്റെ മനസ്സിൽ വല്ലാണ്ട് തോന്നിയിട്ടുള്ള, വല്ലാണ്ട് അത്ഭുതമുണ്ടാക്കിയിട്ടുള്ളൊരു വർണ്ണനയാണ്. അത് കുഞ്ഞുകുട്ടേട്ടൻ എഴുതിയത് അദ്ദേഹത്തിൻ്റെ 29-ാമത്തെയോ 30-ാമത്തെയോ വയസ്സിലാണ്. അപ്പോൾ അത്തരത്തിൽ ആ കഥകളിൽ ഉടനീളം, ഞാനിത് 2 സന്ദർഭം പറഞ്ഞത് അശ്വത്ഥാമാവിലാണ്, അങ്ങനെ എല്ലാ കഥകളിലും കാൽപ്പനികതയുടെ മൂർധന്യത്തിൽ നിന്ന് യാഥാസ്ഥികതയുടെ രീതിയിലേക്ക് പിന്നീട് വന്ന് അത്തരത്തിൽ എല്ലാത്തിലും അദ്ദേഹത്തിൻ്റെ തനതായ വ്യക്തിമുദ്ര പതിപ്പിച്ച ആ മഹാപ്രതിഭയുടെ ഓർമ്മകൾ പുതുക്കുന്നതിനായിട്ടുള്ള ഈ ദിവസത്തിലേക്ക് തുടർന്ന് വരുന്ന എല്ലാ പ്രഭാഷണങ്ങളിലേക്കും ഞാൻ ഒരിക്കൽ കൂടെ എല്ലാവരെയും ക്ഷണിക്കുന്നു.
ഇവിടെ വന്നിട്ടുള്ള വിശിഷ്ടാതിഥികൾക്ക് നമ്മൾ മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ്റെ പേരിലും സ്വാഗതം നൽകുന്നു. എല്ലാവർക്കും നന്ദി, നമസ്കാരം. പ്രിയപ്പെട്ട സഹോദരി ശ്രീമതി പ്രേമ വന്നിട്ടുണ്ട്. ഒരുപാട് വിശിഷ്ടാതിഥികൾ സദസ്സിലുണ്ട്. ആദ്യമായിട്ട് ഈ ഓർമ്മ സിനിമാ വിചാരം ഔപചാരികമായി ഉദ്ഘാടനം ചെയ്തതായിട്ട് പ്രഖ്യാപിക്കുന്നു. അരനൂറ്റാണ്ടിന് മുമ്പാണ് ഞാൻ ഈ വീട്ടിലേക്ക് ആദ്യമായി വരുന്നത്. ഈ അരനൂറ്റാണ്ട് മുഴുവൻ നിരന്തരമായിട്ട് ഈ വീട്ടിലേക്ക് വന്ന അപൂർവം ആളുകളിൽ ഒരാളാണ് ഞാൻ. നിരവധി വിഷയങ്ങൾ അതിൻ്റെ ഇടയിൽ സംഭവിച്ചു പോയിട്ടുണ്ട്. ഞങ്ങൾ രണ്ടുപേരും രണ്ട് വ്യത്യസ്ത രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളിൽ ചെന്നുപെട്ടിട്ടുണ്ട്. അതിൽ നിയമസഭയിലേക്ക് മത്സരിച്ചിട്ടുണ്ട്. എന്നിട്ടൊന്നും തന്നെ ആ ബന്ധത്തിന് യാതൊരു തരത്തിലുള്ള വ്യക്തവും ഉണ്ടായില്ല. ഏത് കാലത്തും തുടരുകയാണ് ചെയ്തത് എന്നതാണ്. മാടമ്പിനെ സിനിമയിലേക്ക് കൊണ്ടുവരുന്നത് ഞാനും KR മോഹനും കൂടിയിട്ടാണ്. അതിനു മുമ്പ് മാടമ്പിൻ്റെ ഒരു സഹകരണത്തോടു കൂടിയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. KR മോഹനൻ ഒരു ഡോക്യുമെൻ്ററി ചെയ്തു. ഈ അടുത്ത കാലത്ത് ഞാനത് ഓർക്കാൻ കാരണം ഷാജിയൻ കരുണിൻ്റെ മരണമാണ്. ആ ഡോക്യുമെൻ്ററി തൃശ്ശൂർ ബിഷപ്പ് ഹൗസിലുണ്ടായിരുന്ന അറക്കലച്ചൻ എന്ന് പറയുന്ന ഒരാളുടെ നേതൃത്വത്തിലാണ് ഒരു ക്രിസ്ത്യൻ സബ്ജക്റ്റ് ഡോക്യുമെൻ്ററി തന്നെ. ഓർമ്മല്ല എന്താണെന്നുള്ളത്. അതിൻ്റെ സംവിധായകൻ KR മോഹനായി. അതിൻ്റെ ക്യാമറാമാൻമാരായിട്ട് മധു അമ്പാട്ടും ഷാജിയൻ കരുണാണ്. അങ്ങനെയാണ് അതിൻ്റെ ഒരു തുടക്കം ഗ്രൂപ്പിൻ്റെ. അങ്ങനെയാണ് മാടമ്പ് ആയിട്ടുള്ള അടുപ്പുണ്ടാവുന്നത്. അങ്ങനെയാണ് ആ സംഭവം ഞങ്ങളിവിടെ വന്ന് അശ്വത്ഥമാവിൻ്റെതൊക്കെ അന്വേഷിച്ചതിന് ശേഷമാണ് ആ സംഭവം ഉണ്ടാകുന്നത്. അപ്പോൾ അതാണ് വേണമെന്നുണ്ടെങ്കിൽ ഒരു തുടക്കം എന്ന് പറയാം. പിന്നെ KR മോഹൻ്റെയും ഷാജിയൻ കരുണിൻ്റെയും മാടമ്പിൻ്റെയും ഒക്കെ പിന്നെ മധു അമ്പാട്ടിൻ്റെയൊക്കെ തുടക്കതാണ്. മാടമ്പ് അതിലൊരു കാര്യമായ സഹകരണമൊന്നും ചെയ്തതായിട്ട് എനിക്കറിയില്ല. പക്ഷെ അതിൻ്റെ ഒരു ഞങ്ങളെ പോലൊരു അമിതാകാംക്ഷിയാണ് മാടമ്പൊക്കെ ഉണ്ടായിരുന്നു എന്നുള്ളതാണ് സത്യം. മാടമ്പ് എഴുതി തുടങ്ങുന്നത് രാജേഷ് പറഞ്ഞു 70കളിലാണ്. 70കളുടെ എഴുത്തിന് നമ്മൾ ഇപ്പോൾ അത് പരിശോധിക്കുന്നുള്ള ഒരാളാണ് ഞാൻ. എഴുത്ത് നമ്മൾ ഇപ്പം അത് വിലയിരുത്തേണ്ടതുണ്ട് എന്നുള്ള ഒരാളാണ് ഞാൻ. അന്നാണ് അത്യന്താധുനികത എന്നൊക്കെ പറയുന്ന സാഹിത്യത്തിലെ പുതിയ രീതികൾ വരുന്നത്. അതിന് കാരണം രണ്ടാം ലോക മഹായുദ്ധത്തിന് ശേഷം ബ്രിട്ടൻ തങ്ങളുടെ കോളനികൾ ഉപേക്ഷിക്കുന്ന, കോളനികളിലുണ്ടായിരുന്ന ഇന്ത്യ പോലുള്ള എല്ലാ കോളനികളും, പാകിസ്ഥാൻ അതുപോലെ നിരവധി കോളനികൾ ബ്രിട്ടൻ ഉപേക്ഷിക്കുക. അപ്പോൾ പിന്നെ സാമ്രാജ്യത്വവും മുതലാളിത്തവും ഏറ്റവും കൂടുതൽ ആഗ്രഹിച്ചത് എങ്ങനെ ഈ രാജ്യങ്ങളെ തങ്ങളോട് ഒപ്പം തങ്ങളുടെ അധീനതയിൽ നിർത്താം എന്നുള്ളതിനെക്കുറിച്ച് വളരെ ശക്തമായിട്ടുള്ള ആലോചനയുടെ ഭാഗമായിട്ടാണ് കൾച്ചർ, ഭാഷ, സംസ്കാരം ഇതിൽ ഈസ്റ്റിനെ കീഴ്പ്പെടുത്തുക അല്ലെങ്കിൽ തങ്ങളുടെ ആധിപത്യം ഉറപ്പിക്കുക എന്ന രീതിയിൽ വരുന്നത്. അപ്പോൾ ഈ ആധിപത്യ ശ്രമങ്ങൾ വളരെ ശക്തമായിട്ട് ഏഷ്യ ഒരു പ്രദേശം കേരളമാണെന്ന് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം പാശ്ചാത്യ വിധേയത്വം വളരെ ശക്തമായിട്ടുള്ള ഒരു ജനതയാണ്
കേരളീയരെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. എല്ലാ ഇതിലും അതെ, അവർക്ക് ആവശ്യത്തിൽ കൂടുതൽ വിധേയത്തുള്ള ഒരു വിഭാഗമാണ്. എപ്പോഴും സായിപ്പിനെ കോട്ട് ചെയ്യുക അല്ലെങ്കിൽ സായിപ്പ്മാരെ ചെയ്ത ഇതൊക്കെ വിഭിന്നായിരുന്നു മാടമ്പ് കിട്ടുക. അതുകൊണ്ടാണ് നമുക്ക് മാടമ്പിനോടുള്ള ഇഷ്ടം. അപ്പോൾ അതുകൊണ്ട് ഇത്തരത്തിലുള്ള എഴുത്തുകൾ വരുമ്പോൾ അപ്പോൾ അവിടെ രണ്ടാം ലോകമഹായുദ്ധത്തിന് ശേഷം ഈ യുദ്ധത്തിൻ്റെ ഭാഗമായിട്ട് ജനിക്കപ്പെട്ട അക്കാലത്തെ കുട്ടികൾക്ക് പ്രായപൂർത്തിയാകുന്ന കാലഘട്ടമാണ് 50-കൾ 60-കളൊക്കെ. അപ്പോൾ ഈ 60-കളിൽ കേരളത്തിൽ സംഭവിച്ചതെന്ന് വെച്ചാൽ ഇംഗ്ലീഷ് മീഡിയം സ്കൂളുകളുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്ന 60-കളിലാണ്. കേരളത്തിലൊന്നും അത്ര വലിയ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾസൊന്നും ഉണ്ടായിരുന്നില്ല. അതിന് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മുടെ ഭാഷ കുറേയും കൂടി ഇൻഫീരിയർ ആണെന്നും ഇംഗ്ലീഷ് പഠിച്ചാലേ നമ്മൾ ക്യാമറാകൂ എന്നുമുള്ള ഒരു ബോധം നമ്മളിൽ വളരെ ശക്തമായിട്ട് വന്നിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയമില്ല. അപ്പോൾ ഈ യൂറോപ്പിലൊക്കെ ഈ വിഭാഗം ഇവർക്കൊരു പ്രത്യേകത ഉണ്ടായിരുന്നത്, ഇവർ തന്ത ആരാണെന്ന് അറിയില്ല. രണ്ടാം ലോകമായ യുദ്ധത്തിൽ യൂറോപ്പിൽ ആ കാലഘട്ടത്തിൽ ജനിച്ച ബഹുഭൂരിപക്ഷം പേർക്കും തന്ത ആരാണെന്നല്ല, അച്ഛൻ ആരാണെന്ന് അറിയില്ലായിരുന്നു. അങ്ങനെ ജനിച്ച ആളുകളായിരുന്നു വലിയൊരു ശതമാനം. അതിന് ഒരു സാക്ഷി ഞാൻ ഒരു ഫ്രഞ്ചുകാരുടെ കൂടെ 9 വർഷം ജോലി ചെയ്തിരുന്നു. അപ്പോൾ പേഴ്സണൽ ഡിപ്പാർട്ട്മെൻറ്റാണ് ജോലി ചെയ്യുന്നത് കൊണ്ട് സ്വാഭാവികമായിട്ടും ഇവർ വരുമ്പോൾ എൻ്റെ അടുത്തേക്ക് വരും ഇവരുടെ ഡീറ്റെയിൽസ് തരാനായിട്ട്. അങ്ങനെ ഞാനും ഒരു ഈജിപ്തുകാരനും കൂടി ഇരുന്നിട്ടാണ് ഇയാളുടെ ഇൻഫർമേഷൻസ് പാസ്പോർട്ടൊക്കെ എടുത്തിട്ട് ചോദിക്കും. അപ്പോൾ ഒരു സ്ഥലത്തെത്തിയപ്പോൾ ഇയാൾ അച്ഛൻ്റെ പേരില്ല, പാസ്പോർട്ടിലില്ല. അപ്പോൾ ഉടനെ ഈജിപ്ഷ്യന് 4 ഭാഷ നന്നായിട്ട് അറിയായിരുന്നു. അദ്ദേഹം ക്രിസ്ത്യാനിയാണ്. അദ്ദേഹം പറഞ്ഞു നോ ഗോത്ര പേർ എന്ന് വെച്ചാൽ എൻ്റെ തന്തയുടെ പേരെന്താണെന്ന് ചോദിച്ചു. ജനോപ്പാലെ പേർ ഐ ഡോണ്ട് ഹാവ് എ ഫാദർ, ഐ ആം എ ബാസ്റ്റഡ്. വെരി ക്ലിയർ കട്ട് ഉത്തരം, ഐ ആം എ ബാസ്റ്റഡ്. ഒരു സംശയമില്ല എനിക്ക്, താൻ തന്തയില്ലാതെ പിറന്നവനാണ് എന്നുള്ളത് ഒരു തരത്തിലും എടുത്തില്ല. ഇത് ഈജിപ്ഷ്യനെ സംബന്ധിച്ചിടത്തോളം വളരെ പ്രകോപിതമായിട്ടുള്ളൊരു സ്റ്റേറ്റ്മെൻറ്റായി അദ്ദേഹം വഴക്ക് കൂടാൻ തുടങ്ങി. അയാൾ പറഞ്ഞു ഐ ഡോണ്ട് നോ, എനിക്കറിയില്ല. ദെൻ വൈ യു ആർ ആസ്കിങ് മീ, ഐ ഡോണ്ട് നോ. അവിടെ തന്തയുടെ പേര് എഴുതിയാലേ വിസ അടിച്ചു കിട്ടുള്ളൂ അറബികൾക്ക്, തന്തയുടെ പേര് എഴുതാം. ഈ സമയത്ത് ഒരു ഇറ്റലിക്കാരനായിട്ടുള്ള കുറച്ച് പ്രായം ചെന്ന ഒരാൾ ഞങ്ങളുടെ അടുത്ത് വന്നു. അയാൾ അവിടെ ജോലി ചെയ്യുന്ന ആളാണ്. എന്താ വിഷയം എന്ന് വെച്ചപ്പോൾ ഇതാ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു നിങ്ങൾ അതിൽ വിഷമിക്കരുത്, നിങ്ങൾ അയാളോട് ഉപദ്രവിക്കരുത്, അല്ലെങ്കിൽ അയാളിലില്ല. കാരണം അക്കാലത്ത് ജനിച്ച ഒരുപാട് മക്കളുടെ തന്ത ആരാണെന്ന് അറിയില്ല. അന്ന് യൂറോപ്പിലൊന്നും അച്ഛന്മാരുടെ പേര് പിന്നെ പാസ്പോർട്ടിൽ എഴുതാറില്ല പല രാജ്യത്തും. ഇതിൽ നിന്നൊക്കെയാണ് അവരുടെ ജീവിതത്തിൽ ഇത്തരത്തിലുള്ള ചിന്തകളുടെയും ആധുനികതയുടെയും ഒക്കെ ഒരു തരം നിരർത്ഥകമായിട്ടുള്ള ജീവിതത്തെക്കുറിച്ചിട്ടും അസ്തിത്വവാദത്തെക്കുറിച്ചിട്ടൊക്കെ നമുക്ക് മനസ്സിലാവും. ഇവിടെ നല്ല മസാല ദോശയൊക്കെ നമുക്കെന്താ പ്രശ്നം എനിക്ക് മനസ്സിലായില്ല. നല്ല മസാല ദോശയൊക്കെ രാവിലെ അടിച്ചു പോകുന്ന മലയാളിക്ക് എന്താ അസ്തിത്വവാദമാണെന്ന് എനിക്ക് മനസ്സിലായില്ല. അപ്പോൾ മലയാളി ഇത് അങ്ങ് ഇത് ചെയ്തത്, ഇത് ഒരുപാട് അപകടങ്ങളും ഉണ്ടാക്കിയിട്ടുണ്ട്. അക്കാലത്ത് വന്ന സാഹിത്യകാരന്മാരിലൊക്കെ അധ്യാപകരായിരുന്നു, അക്കാഡമിഷ്യൻസ് ആയിരുന്നു എഴുത്തുകാരായിട്ട്. ഞാൻ പേരൊന്നും ഞാൻ പറയാൻ ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഇങ്ങനെ വരുന്ന ആളുകൾ ഉപയോഗിച്ച ലാംഗ്വേജും ഭാഷയും ഒക്കെ തന്നെ വ്യത്യസ്തമായിരുന്നു. അതിനൊന്നും അംഗീകാരങ്ങളുണ്ടായിരുന്നു. ഇപ്പോൾ കാക്കനാടിൻ്റെ സാക്ഷിയൊക്കെ ഞാൻ തലയ്ക്ക് വെച്ച് കിടന്ന് ഉറങ്ങിയിട്ടുള്ള ഒരാളാണ്. അപ്പോൾ അതൊന്നും നമുക്ക് ഇതുള്ളതല്ല. പക്ഷേ അത് എത്ര കണ്ട് ജനങ്ങളിൽ ഇറങ്ങിച്ചെന്നു എന്നൊക്കെ ഇപ്പോൾ നമ്മൾ പരിശോധിക്കുമ്പോൾ അത് എത്ര കണ്ട് തുടരാൻ കഴിഞ്ഞില്ല, ഒരു ഘട്ടം കഴിഞ്ഞപ്പോൾ അത് ഉപേക്ഷിക്കേണ്ടി വന്നു എന്നുള്ളതൊക്കെ നമ്മൾ പരിശോധിക്കേണ്ടതാണ് എന്ന അഭിപ്രായം എനിക്കുണ്ട്. മാടമ്പ് ഈ കാലത്ത് തന്നെയാണ് എഴുതാൻ വന്നത്. മാടമ്പ് ആദ്യം ഡിക്ലെയർ ചെയ്ത് എനിക്ക് വിദ്യാഭ്യാസം ഇല്ലാതെ. മാടമ്പ് എപ്പോൾ കണ്ടാലും പറയും ഞാൻ സ്കൂളിൽ പോയില്ല കേട്ടോ എന്ന് പറയും. അത് വെറുതെ പറയുന്നതെന്ന് നമുക്കറിയാം, പക്ഷേ അതൊരു സ്റ്റേറ്റ്മെൻറ്റാണ്. ആ സ്റ്റേറ്റ്മെൻറ്റ് ഇതൊക്കെ നിരാകരിക്കുന്ന ഒരാളാണ് ഞാൻ എന്ന് വളരെ കൃത്യമായിട്ട് പറയുന്ന ആളായിരുന്നു മാടമ്പ്. മാടമ്പിൻ്റെ അശ്വത്ഥാമയിൽ അത് വളരെ പ്രകടമായിരുന്നു എന്നുള്ള കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. ഈ നാടിൻ്റെ ജീവിതവും സ്പന്ദനവും അത് ഒരു പ്രത്യേക സമൂഹത്തിൽ എങ്ങനെയാണ് നിലനിന്നത്, എങ്ങനെയാണ് ഇത് ചെയ്തത് എന്ന് നോക്കണം. പ്രത്യേകിച്ച് അശ്വത്ഥാമാവ് സിനിമയാക്കാൻ വേണ്ടി ഇവിടെ വന്നിരുന്നു. ഇന്നപ്പോൾ ഞാൻ പറഞ്ഞു നിങ്ങൾ സിനിമ ആക്കുകയോ സിനിമ ആക്കാതിരിക്കുകയോ ഒക്കെ എൻ്റെ വിഷയമല്ല.
എൻ്റെ സ്ഥിതി സിനിമ ആയിക്കൊണ്ട് എനിക്കൊരു പുണ്യം കിട്ടാൻ പോലില്ല. ഞാൻ അതിൽ വിശ്വസിക്കുന്നുമില്ല. നിങ്ങൾ നല്ല കാശ് എണ്ണി തരുന്നുണ്ടെങ്കിൽ പിടിച്ചോ. അതിനോട് ചോദിച്ച് ഗുണകോഷ്ടം പഠിച്ചിട്ടുണ്ടോ? ഞാൻ അവിടെ പല പ്രാവശ്യം പറഞ്ഞിട്ടില്ല. ഞാൻ പറഞ്ഞ സംഖ്യ അദ്ദേഹം എന്നെ കൊണ്ടാണ് മോഹനം പറയിപ്പിച്ചത്. ചെറിയ സംഖ്യയായിരുന്നു. ഇവിടെ ചോദിച്ച് ആ ഗുണകോഷ്ടം പഠിച്ചിട്ടുണ്ടെങ്കിൽ താൻ അതിനെ 4 കൊണ്ട് പെരുക്കിയിട്ട് പറഞ്ഞു. അപ്പോൾ ഇത്രയും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ക്ലിയർ കട്ടായിട്ട് സിനിമയെ കുറിച്ചിട്ടും അദ്ദേഹത്തിൻ്റെ ഇതുണ്ടായിരുന്നു. അദ്ദേഹം സിനിമയിൽ നിന്ന് വേറൊരു സംഭവമാണ്. ആ ആള് പിന്നീട് വിധുബാലയും സുകുമാരനും അന്നത്തെ സൂപ്പർ സ്റ്റാറുകളാണ് ഇവിടെ വന്ന് അഭിനയിച്ചത്. 10 ദിവസം ഇവിടെ ഷൂട്ട് ചെയ്തു. സുകുമാരനെ വെച്ചിട്ട് ഈ വീട്ടിൽ 10 ദിവസം ഷൂട്ട് ചെയ്തു. അതൊന്നും അത്ര കെൽപ്പുള്ള ഒരു പ്രൊഡ്യൂസറൊന്നും ആയിരുന്നില്ല. ഞാൻ വളരെ ബുദ്ധിമുട്ടിയിട്ടാണ് ആ പടം ചെയ്യുന്നത്. ഇവിടെ ഷൂട്ട് ചെയ്യാൻ മാഡവിന് ഇഷ്ടമുണ്ടായിരുന്നില്ല. ഇവിടെ ഷൂട്ട് ചെയ്യാൻ പറഞ്ഞപ്പോൾ മാഡം പറഞ്ഞാൽ അത് വിട്ടിട്ട് ആലോചിച്ചോ. കാരണം മാഡം പിന്നെ അറിയാം, സിനിമക്കാർ കയറിയാൽ പിന്നെ ആ വീട് വലിയ ബുദ്ധിമുട്ടാവുന്നു, ആ ദിവസങ്ങളിലൊക്കെ ബുദ്ധിമുട്ടുണ്ടാവുന്നു. മാഡത്തിന് നല്ലോണം അറിയാം. കാരണം അദ്ദേഹം പല ഷൂട്ടിങ്ങിലും പോയി കാണേണ്ടതില്ല. പക്ഷെ അദ്ദേഹത്തിൻ്റെ പിതാവ് ഇത് കേട്ടുന്നിട്ട് പറഞ്ഞു, അതൊന്നും കുഴപ്പമില്ല, അതിനൂടെ പറഞ്ഞിട്ട് ഞങ്ങളിവിടെ ഷൂട്ട് ചെയ്തോളായിരുന്നു. അങ്ങനെയാണ് ആ അച്ഛൻ ഒരു ഗംഭീര കഥാപാത്രമാണ്. അത് അശ്വത്ഥാമകളുടെ അതേ അച്ഛൻ ഭയങ്കര ഗംഭീര കഥാപാത്രമാണ് അച്ഛൻ. അദ്ദേഹമാണ് ഇവിടെ ഷൂട്ട് ചെയ്യാൻ ചെയ്യുന്നത്. അപ്പോൾ 10 ദിവസം ഷൂട്ട് ചെയ്ത് കഴിഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞു, എനിക്ക് ബന്ധനത്തിൻ്റെ MT വാസുദേവൻ നായരുടെ സിനിമയിൽ അഭിനയിക്കേണ്ടതുണ്ട്, ഞാൻ 3-4 ദിവസം ഞാൻ അവിടെ പോയിട്ട് വരാം, അപ്പോഴേക്ക് നിങ്ങൾ ബാക്കിയുള്ള ഷൂട്ട് ചെയ്യാം. സന്തോഷപൂർവ്വം. പക്ഷെ സുകുമാരൻ അന്ന് പറഞ്ഞത്, പുല്ലാശ്ശേരി മനക്കൽ കുഞ്ഞുണ്ണി എന്ന് പറഞ്ഞ കഥാപാത്രം നിങ്ങളെനിക്ക് തരികയാണെങ്കിൽ എനിക്ക് ഒരു പൈസയും വേണ്ട, ഒരു പൈസയും ഞാൻ ചോദിക്കില്ല, നിങ്ങൾ എന്ത് തന്നു അത് വാങ്ങിച്ചു എന്ന് അദ്ദേഹത്തിൻ്റെ സ്റ്റേറ്റ്മെൻറ്റ്. ഈ 10 ദിവസം കഴിഞ്ഞു പോയ സുകുമാരൻ പിന്നീട് വരുന്നില്ല. അപ്പോൾ നിലമ്പൂർ വാലേട്ടനും വിജയലക്ഷ്മിയും കൂടിയിട്ട് ഇവിടെ വന്നപ്പോൾ എന്നെ വിളിച്ചിട്ട് പറഞ്ഞു, മുല്ലനേരിയാണ് പ്രൊഡക്ഷൻ കൺട്രോളർ, വിളിച്ചിട്ട് പറഞ്ഞു, അയാൾ വരും തോന്നില്ല, ആ പടം കഴിയാതെ നിങ്ങൾ എന്തെങ്കിലും ആലോചിച്ചോളൂ മേക്കപ്പിനെ പറ്റി. ഇത് കേട്ടപ്പോൾ ഞങ്ങൾക്ക് ആകെ പരിഭ്രമായി. കാരണം കുറെ ഷൂട്ട് ചെയ്തിരിക്കുന്നു. ഞാൻ മടമൊക്കെ ചെറുപ്പം. അങ്ങനെ മുല്ലനെ സുമാരൻ്റെ അടുത്തേക്ക് പറഞ്ഞേക്കാം. സുമാരൻ ചെന്ന് പറഞ്ഞു, എനിക്കിത് കഴിയാതെ വരാൻ പറ്റില്ല, നിങ്ങൾ എന്ത് വേണം. ആ സ്റ്റേറ്റ്മെൻറ്റ് നമുക്കത്ര ഇഷ്ടമായില്ല. അത് പറഞ്ഞു. അദ്ദേഹത്തിൻ്റെ നിസ്സഹായത കൊണ്ടാണ് അദ്ദേഹം പറഞ്ഞത്. അന്ന് ഞാനൊരു മരാട്ട് മനക്കലാണ് ഷൂട്ട്. ഞാൻ വിവാഹം കഴിഞ്ഞ കാലത്ത് രാത്രിയിൽ മാടമ്പൂഞ്ഞൂട്ടനും KR മോഹനും മുല്ലനേരിയും കൂടി എൻ്റെ വീട്ടിൽ ചോദിച്ചു, ഇങ്ങനൊരു പ്രതിസന്ധി എന്താ ചെയ്യേണ്ടത്. ഞാൻ പെട്ടെന്ന് ഒരു സംഖ്യ ഇറങ്ങിക്കഴിഞ്ഞിരിക്കുന്നു. ബാക്കിയുള്ള ഷൂട്ടിങ്ങിന് എന്നെ ബുദ്ധിമുട്ടുന്ന സന്ദർഭത്തിലാണ് ഇത്തരത്തിലുള്ള ഒരു ചോദ്യം നമ്മൾ അർദ്ധരാത്രിയിൽ നമ്മളടുത്തേക്ക് വരും. മോഹൻ പറഞ്ഞു, പലരും മാഡമിൻ്റെ പേര് അന്നേ പറഞ്ഞിരുന്നു, ഞാനത് കൂട്ടാക്കിയില്ല, ഒരു സ്റ്റാർ ഉണ്ടാവട്ടെ, തിയേറ്ററിൽ ഓടിയാലോ എന്നുള്ള ഒരാഗ്രഹം കൊണ്ടാണ്. മാഡം കറക്റ്റ് കാസ്റ്റാണ്, നീ എന്താ പറയുന്നത് വെച്ചു. അവർ മാഡമിനെ എനിക്ക് ധൈര്യമായിട്ട് അത് പ്രതീക്ഷിച്ചില്ല. അതിനെന്തെങ്കിലും എക്സ്ക്യൂസ് പറഞ്ഞൊന്നും കൂടി പോയി നോക്കാമെന്നൊക്കെ പറയുന്നു വിചാരിച്ചു. അത് നടന്നു. പിറ്റേ ദിവസം മാടമ്പ് നടനായിട്ട് വരിക. ആ ഷോട്ട് എനിക്ക് ഇപ്പോഴും ഓർമ്മയുണ്ട്. മരാട്ട് മനക്കിലെ പൂമുഖത്തുള്ള ഒരു ഷോട്ടിലാണ് മാടമ്പിൽ നല്ല പരിഭ്രമം ഉണ്ടായിരുന്നു ആ ഫേസിൽ. ഇപ്പോഴും ഓർക്കുന്നത് മാടമ്പ് ക്യാമറയുടെ മുമ്പിൽ നിൽക്കുമ്പോൾ മാടമ്പിൻ്റെ മുമ്പിൽ നല്ല പരിഭ്രമം. മാടമ്പ് പിന്നീട് മാടമ്പ് ഗംഭീരമായിട്ട് പ്രവർത്തിക്കുന്നത്. അതിൽ ഏറ്റവും രസം എന്താണെന്ന് വെച്ചാൽ, അത് പിന്നീട് അവാർഡിന് പരിഗണിക്കപ്പെട്ടപ്പോൾ ഏറ്റവും നല്ല നടന് ഉള്ള അവാർഡിൻ്റെ പരിഗണനയ്ക്ക് വന്നപ്പോൾ 2 പേരാണ് കോമ്പറ്റ് ചെയ്തത്. ഒന്ന് മാടമ്പ് കുഞ്ഞൂട്ടനും ഒന്ന് സുകുമാരനാണ് കിട്ടിയത്. സ്വാഭാവികമായിട്ട് അതങ്ങനെ സാധ്യത ഉണ്ടായിരുന്നു. അപ്പോൾ
അതാണ് മാടമ്പിൻ്റെ സിനിമ രംഗപ്രവേശനം. റൈറ്റർ എന്നുള്ള എനിക്ക് പിന്നെ അശ്വത്ഥമാവിൻ്റെ സ്ക്രിപ്റ്റിംഗ് ഒന്നും അല്ല, സഹായിച്ചിട്ടില്ല എന്നൊന്നും പറയുന്നില്ല. സ്ക്രിപ്റ്റിംഗ് രാമൻ നായരായിരുന്നു, മോഹനുണ്ട്, കെ.ആർ. മോഹനും കൂടിയിട്ടാണ്. മോഹനെ നമ്മൾ സമ്മതിക്കേണ്ടത് അദ്ദേഹത്തിന് പരിചിതമല്ലാത്ത ഒരു ലോകത്തെ ഇത്രയും മനോഹരമായിട്ട് തൻ്റെ ചലച്ചിത്രത്തിൽ എങ്ങനെ കൊണ്ടുവന്നു എന്നുള്ളത് നിങ്ങളൊക്കെ അത്ഭുതപ്പെടുന്ന സിനിമ കണ്ടാലറിയാം. ഓരോ മൈന്യൂട്ടായിട്ടുള്ള കാര്യങ്ങൾ ഇവിടെ വന്ന് എത്രയോ ദിവസങ്ങൾ, മാസങ്ങൾ കെ.ആർ. മോഹനൻ മനകളിൽ നിന്ന് മനകളിലേക്ക് പോകുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടുണ്ട്. അങ്ങനെയാണ് അശ്വത്ഥമാവ് ഉണ്ടാക്കുന്നത്. അശ്വത്ഥമാവ് ഇന്നും മലയാള സിനിമയിൽ എണ്ണപ്പെട്ട ഒരു കൃതിയാണ് എന്ന കാര്യത്തിൽ യാതൊരു സംശയവുമില്ല. അപ്പോൾ മാടമ്പിൻ്റെ സിനിമ, പിന്നെ മാടമ്പ് ഒരു സ്റ്റാർ പോലെ അഭിനയിക്കും. അതുപോലെ തന്നെ പിന്നെ കെ.ആർ. മോഹൻ്റെ പുരുഷാർത്ഥത്തിൽ അഭിനയിച്ചു. വേറെ ഒരുപാട് പടങ്ങളിൽ കമേഴ്ഷ്യൽ സിനിമകളിൽ തന്നെ, മുഖ്യധാരാ സിനിമകളിൽ തന്നെ മാടമ്പ് നല്ല റോളുകൾ ചെയ്യാൻ വന്നു. മാടമ്പ് ഒരു സിനിമാക്കാരനായി. മാടമ്പിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് വെച്ചാൽ ഇവിടെ എത്രയോ പിള്ളേർ വരാനുണ്ട്. സ്ക്രിപ്റ്റായിട്ടും ഒരു ചവറ് സാധനങ്ങളാണെങ്കിൽ പോലും മാടമ്പ് അവരെ ക്ഷമാപൂർവ്വം കേട്ടു. ഒരാൾ എൻ്റെ അടുത്ത് വന്നു, അയാളോട് ഞാൻ മാടമ്പിൻ്റെ അടുത്ത് വരും, മാടമ്പ് എൻ്റർടൈൻ ചെയ്തിട്ടുണ്ടാവില്ല എന്ന് എനിക്ക് ഉറപ്പുണ്ടായിരുന്നു. ഞാൻ ചോദിച്ചു, ഇപ്പോൾ മാടമ്പ് എന്താ പറഞ്ഞു? മാടമ്പ് എന്നെ വളരെ സ്നേഹപൂർവ്വം വിളിച്ചിരുത്തി എന്നിട്ട് എനിക്കൊരു അവതാരിക എഴുത്തരുത്. അതത്ര ഒരു ഉയർന്ന കൃതിയായിട്ടൊന്നും എനിക്ക് തോന്നിയിട്ടില്ല, എനിക്ക് അത്ഭുതം തോന്നി. മാടമ്പിന് ഇത്തരത്തിലുള്ള ഒരു വലിയ സൗഹൃദം ഈ ചുറ്റുപാടുമായിട്ടുണ്ടായിരുന്നു. അതൊന്നും ഈ മാടമ്പ് ഒടുവിൽ എത്തപ്പെട്ട രാഷ്ട്രീയമൊന്നും ഒരു ബന്ധം അതിലുണ്ടായിരുന്നില്ല. മാടമ്പിനൊന്നും അത്തരത്തിലുള്ള ഒരു നമുക്കാർക്കില്ല. മാടമ്പിനല്ല, മാടമ്പ് ഒരു രാഷ്ട്രീയ നിലപാടെടുക്കുന്നു, അതിന് ചെയ്യുന്നു. മാടമ്പ് എൻ്റെ തന്നെ മാടമ്പിനെ ആദരിക്കാൻ വേണ്ടിയിട്ട് തപസ്സിൽ ഒരുപാട് ഞാൻ പോയി മാടമ്പിനെ പറ്റി പറയാൻ എനിക്കെന്താ പ്രശ്നമുണ്ട്? ഒരു പ്രശ്നമില്ല, ഞാൻ പോയി സംസാരിച്ചിട്ടുണ്ട്. മാടമ്പ് പലപ്പോഴും അവിടെ കഴിഞ്ഞ പ്രാവശ്യം പറഞ്ഞതാണ്, തെരഞ്ഞെടുപ്പ് വരുമ്പോൾ ഗുരുവായൂർ മാടമ്പിൻ്റെ കുടുംബത്തിൽ വോട്ടുണ്ട്, ഗുരുവായൂർ മുനിസിപ്പാലിറ്റിയിൽ. അപ്പോൾ കൃഷ്ണദാസാണ് ആ വാർഡ് നിൽക്കപ്പോഴത്തെ ചെയർമാൻ. ഞാൻ മാടമ്പിനെ വിളിക്കും. മാടമ്പിനെ ഞാൻ വിളിക്കണത് എന്തിനാണെന്ന്, എന്താ തെരഞ്ഞെടുപ്പ് വന്നപ്പോൾ വിളിക്കൂലോ താൻ, എന്താ? ഞാൻ പറയാം, കൃഷ്ണദാസ് നിൽക്കേണ്ടത് തൻ്റെ കുടുംബത്തിലൊന്ന് വിളിച്ച് പറയും. അപ്പോൾ ഞാൻ വെച്ച് മാടമ്പ് പറയില്ല, മാടമ്പിൻ്റെ രാഷ്ട്രീയമൊക്കെ വെച്ചിട്ട് പറയാൻ ബുദ്ധിമുട്ടാണ്. പക്ഷെ മാടമ്പ് കൃത്യമായിട്ട് വിളിച്ചു പറയും. അവർ ഞങ്ങളോട് പറഞ്ഞു മാടമ്പ് വിളിച്ചിരുന്നു എന്ന് പറഞ്ഞു. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള വൈരുദ്ധ്യങ്ങളും ഒരു ബൃഹത്തായിട്ടുള്ള മനസ്സും വലിയ മനസ്സും ഉള്ള ഒരാളായിട്ടാണ് മാടമ്പിനെ എനിക്ക് തോന്നിയിട്ടുണ്ട്. എത്രയോ ഘട്ടങ്ങളിൽ ഞാനും മാടമ്പ് വഴക്കിട്ട് എത്രയോ ആളുകളായിട്ട് മാടമ്പ്, ഞാനെന്നൊക്കെ പറഞ്ഞാൽ എല്ലാവരായിട്ടും വഴക്കിടുന്ന ഒരാളാണ്. ഞാൻ കണ്ടുമുട്ടിയ ഒരാളായിട്ടെങ്കിലും വഴക്കിടാതെ പോയിട്ടുണ്ടാവില്ല. ജോൺ ബ്രിട്ടാസ് കലയും കാലവും എന്ന ഒരു പരിപാടിക്ക് തൃശ്ശൂരിൽ വന്നു, എന്നെ പറ്റിയുള്ള പരിപാടിയാണ്. അപ്പോൾ ബ്രിട്ടാസ് പ്രസംഗിക്കുന്നതിൽ അവിടുത്തെ കമ്മിറ്റിക്കാരോട് ചോദിച്ചു, ഇയാൾ നിങ്ങളുമായിട്ട് കലഹിച്ചിട്ടുണ്ടോ എന്ന് ചോദിച്ചു. അപ്പോൾ അതിൻ്റെ സെക്രട്ടറി പറഞ്ഞു, ഞങ്ങളായിട്ട് കൂടുതൽ എല്ലാവരായിട്ടും അയാൾ കലഹിച്ചിട്ടുണ്ട്, അതാണ് അയാളുടെ സ്വഭാവം. കൈരളിയിൽ അയാൾ കലഹിക്കാത്ത ഒരു മനുഷ്യനും ഇല്ലാതാണ് അതിൻ്റെ സ്വഭാവമാണ്. എല്ലാവരായിട്ടും കലഹിച്ചിട്ടുണ്ട്, യാതൊരു സംശയമില്ല. എനിക്ക് പറ്റാത്തതാണ്, ഞാൻ പറഞ്ഞു പോകും. പക്ഷെ അത് തോളിലിട്ട് കൊണ്ട് നടക്കണം പരിപാടിയാണ്. അത് തോളിലിട്ടിട്ട് അത് കഴിഞ്ഞാൽ അപ്പം തന്നെ ഞാൻ അവരായിട്ട് കാപ്പിടിക്കാൻ പോകും, അല്ലെങ്കിൽ ഒഴിയം പറയാൻ പോകും. അതാണ്. അപ്പോൾ ഇത്തരത്തിലുള്ളതൊക്കെ ഉണ്ടാകുമ്പോഴും എപ്പോഴും മാടമ്പ് ഇടയ്ക്കിടയ്ക്ക് വരുമായിരുന്നു. അസുഖം ബാധിച്ചിട്ട് പോലും എൻ്റെ അളിയൻ മരിച്ചപ്പോൾ മാടമ്പ് വരുന്നു. അപ്പോൾ മാടമ്പിൻ്റെ ചലച്ചിത്ര പ്രവർത്തനങ്ങളിലും സാഹിത്യത്തിലൊക്കെ വളരെയധികം നിൽക്കുമ്പോൾ മാടമ്പിലെ മനുഷ്യനും അത്രയും ഉയർത്തി നിൽക്കുന്നു എന്നാണ് എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. സ്നേഹവും കരുണയും പരസ്പര വിശ്വാസവും ഒക്കെയുള്ള ഒരാളായിട്ടാണ് മാടമ്പ് ഒരാളെ പറ്റിച്ചതായിട്ട് ഞാൻ കേട്ടിട്ടില്ല. മാടമ്പിന് അങ്ങനെ ഒരു ഇതില്ല. മാടമ്പിനെ പലരും പറഞ്ഞ് ചെയ്തിട്ടുണ്ടാവും. പക്ഷെ മാടമ്പ് ഏത് കാലത്തും അതിൽ നിന്നൊക്കെ അതീതനായി നിൽക്കുന്ന ഒരു വ്യക്തിത്വത്തിൻ്റെ ഉടമയാണ്. സിനിമയിലായാലും സാഹിത്യത്തിലായാലും വ്യക്തിജീവിതത്തിലായാലും തൻ്റേതായിട്ടുള്ള വ്യക്തിത്വം ഉയർത്തിപ്പിടിച്ച അദ്ദേഹത്തിൻ്റെ ഓർമ്മകൾക്ക് മുമ്പിൽ ഞാൻ ആദരങ്ങൾ അർപ്പിക്കുന്നു. അദ്ദേഹത്തിൻ്റെ മക്കൾ കാണിക്കുന്ന ഈ ഇതുണ്ടല്ലോ, അതൊരു വലിയ സംഭവമാണ്. അതിൽ എനിക്ക് ഏറ്റവും കടപ്പാട് വന്നത് വിനോദിനോടാണ്. വിനോദാണ് ഇത് ഓടിപ്പടിഞ്ഞ് ഇതാക്കുന്നത്. ഒപ്പം മക്കളുണ്ട്,
ജസ്റ്റിനൊക്കെ ഉണ്ട്, അത് സംശയമില്ല. പക്ഷേ അത് ഒരു വലിയ കാര്യമാണ്. ഇത് തുടർന്ന് കൊണ്ടുപോകണം എന്നാണ് എനിക്ക് അവരോട് അഭ്യർത്ഥിക്കാറുണ്ട്. ഞാൻ ദീർഘമായിട്ട് പ്രസംഗിക്കുന്നില്ല. ഒരു ചെറിയതുണ്ട്, എനിക്കൊരു പരിപാടി ഉണ്ട്. അതായത് ശ്രീകൃഷ്ണ കോളേജിൽ ആദ്യത്തെ പ്രീ ഡിഗ്രി ബാച്ചാണ് ഞാൻ. അവരുടെ ഒരു ഗെറ്റ് ടുഗദർ തൃശ്ശൂർ നടക്കുന്നുണ്ട്. കുറേ മരിച്ചു പോയിരിക്കണമെങ്കിൽ കുറച്ചുള്ളൂ ബാക്കി. അപ്പോൾ അവരൊന്ന് ചെല്ലാൻ പറഞ്ഞിട്ടുണ്ട്, അവിടെ ഒന്ന് പോകണം. അതുകൊണ്ട് ഞാൻ കുറച്ച് ഉന്മേഷൻ്റെ കുറച്ച് എടുത്തിട്ട് ഞാൻ പോകും. നന്ദി, നമസ്കാരം. അടുത്തതായി 2 പുസ്തകങ്ങളുടെ പ്രകാശന കർമ്മമാണ് ഈ വേദിയിൽ നടക്കാൻ പോകുന്നത്. ആദ്യത്തേത് മാടമ്പ് വായനകൾ. മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ നടത്തിയ സെമിനാറുകളിൽ അവതരിപ്പിച്ച പ്രബന്ധങ്ങളുടെയും മാടമ്പ് സ്മാരക പ്രഭാഷണങ്ങളുടെയും സമാഹാരമാണ് ഈ പുസ്തകം. എഡിറ്റർ അഡ്വക്കേറ്റ് VN ഹരിദാസ്, പ്രസാധനം മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷൻ. ഈ രണ്ടാമത്തേത് മാടമ്പ് കുഞ്ഞുകുട്ടൻ്റെ സ്വന്തം അശ്വത്ഥാമാവ് പുതിയ പതിപ്പ്, പ്രസാധനം DC ബുക്സ്. ഈ പുസ്തകങ്ങൾ ശ്രീ PT കുഞ്ഞുമുഹമ്മദ്, ശ്രീ B ഉണ്ണികൃഷ്ണന് നൽകി പ്രകാശനം ചെയ്യുന്നു. രണ്ടുപേരെയും സാദരം ക്ഷണിക്കുന്നു. മാടമ്പ് വായനകൾ. അടുത്തതായി മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പ്രഭാഷണം. വിഷയം കാഴ്ച, കല, കമ്പോളം, ചലച്ചിത്രം എന്ന ജനപ്രിയ വ്യവഹാരം. 2022 ഡോക്ടർ കേശവൻ വെളുത്താട്ട്, 2023 ശ്രീ മനു വി ദേവദേവൻ, 2024 പ്രൊഫസർ സുനന്ദൻ എന്നിവരാണ് മാടമ്പ് സ്മാരക പ്രഭാഷണങ്ങൾ അവതരിപ്പിച്ചിട്ടുള്ളത്. ഈ വർഷത്തെ സ്മാരക പ്രഭാഷണം നടത്തുന്നത് മലയാള ചലച്ചിത്ര സംവിധായകൻ, തിരക്കഥാകൃത്ത്, ഫെഫ്ക ജനറൽ സെക്രട്ടറി എന്നീ നിലകളിൽ മലയാളികൾക്ക് ഏറെ പരിചിതനായ ശ്രീ B ഉണ്ണികൃഷ്ണനാണ്. ഇദ്ദേഹം കഴിഞ്ഞ 25 വർഷങ്ങളായി ചലച്ചിത്ര രംഗത്ത് എഴുത്തുകാരനായും സംവിധായകനായും പ്രവർത്തിച്ചു വരുന്നു. DC ബുക്സ് 2000-2002 കാലയളവിൽ പ്രസിദ്ധീകരിച്ച നവസിദ്ധാന്തങ്ങൾ എന്ന പരമ്പര ഇദ്ദേഹം ശ്രീ B ഹാരിസിനൊപ്പം എഡിറ്റ് ചെയ്തു. സാഹിത്യം, സംസ്കാരം, രാഷ്ട്രീയം എന്നിവയെ സംബന്ധിക്കുന്ന നിരവധി ലേഖനങ്ങൾ ഇദ്ദേഹത്തിൻ്റെതായുണ്ട്. 1990-2024 കാലയളവിൽ എഴുതിയ ലേഖനങ്ങൾ സമാഹരിച്ചുകൊണ്ട് എഴുത്തിൻ്റെ കാമനയും കാമനയുടെ എഴുത്തും എന്ന പുസ്തകം പ്രസിദ്ധീകരിച്ചു. മാടമ്പ് കുഞ്ഞുകുട്ടൻ സ്മാരക പ്രഭാഷണം നടത്താനായി ശ്രീ B ഉണ്ണികൃഷ്ണനെ സ്നേഹാദരങ്ങളോടെ സ്വാഗതം ചെയ്യുന്നു. ഏറ്റവും പ്രിയപ്പെട്ട അധ്യക്ഷൻ ഡോക്ടർ രാജകൃഷ്ണൻ, എൻ്റെ പ്രിയപ്പെട്ട സുഹൃത്തും സഹോദരതുല്യനുമായ PT, പ്രിയപ്പെട്ട കൃഷ്ണൻ, ഇവിടെ സന്നിഹിതരായിരിക്കുന്ന എല്ലാ സുഹൃത്തുക്കൾക്കും അഭിവാദ്യങ്ങൾ. എനിക്ക് തോന്നുന്നു ഞാൻ 11 വർഷങ്ങൾക്ക് മുമ്പാണ് അവസാനം ഇവിടെ വരുന്നത്. കൃത്യമായി ഓർമ്മയില്ല, 13-ലോ 14-ലോ ആണെന്നാണ് എൻ്റെ ഒരു ഓർമ്മ. ഫെഫ്കയുടെ എഴുത്തുകാരുടെ സംഘടനയുടെ പരമവിശിഷ്ട അംഗത്വം മാടമ്പിന് നൽകാനാണ് ഞങ്ങളെത്തിയത്. ഞാനും ആദരണീയനായ എഴുത്തുകാരൻ ശ്രീ SN സ്വാമിയും അന്ന് ആ സംഘടനയുടെ നേതാവായി ഉണ്ടായിരുന്ന AK സാജനും, എഴുത്തുകാരനായ AK സാജനും, ഞങ്ങൾ ചേർന്നാണ് ഇവിടെ വരികയും അദ്ദേഹത്തിന് വിശിഷ്ടാംഗത്വം നൽകുകയും ചെയ്തത്. ഒരുപാട് അന്ന് ഇവിടെ ഇരുന്ന് സംസാരിച്ചു മണിക്കൂറുകളോളം. അപ്പം അദ്ദേഹം രഹസ്യമായിട്ട് ചില ഓർമ്മകൾ ഞാനുമായിട്ട് പങ്കുവച്ചു. മറ്റുള്ളവർ അധികം കേൾക്കാറ്. അതിന് കാരണമുണ്ട്. 1998 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആ വർഷത്തെ മുഴുവൻ കവിതകളെയും വിലയിരുത്തി ലേഖനം എഴുതാൻ MT വാസുദേവൻ നായർ ചുമതലപ്പെടുത്തിയത് തന്നെയാണ്. അപ്പോൾ 98 മാതൃഭൂമി ആഴ്ചപ്പതിപ്പിൽ ആ വർഷം ഇറങ്ങിയ മുഴുവൻ കവിതകളെയും, മലയാളത്തിൽ ഇറങ്ങിയ മുഴുവൻ കവിതകളെയും
വിലയിരുത്തിക്കൊണ്ട് ഞാനൊരു ലേഖനം എഴുതി. അന്നത് വലിയ ചർച്ചകളും കോലാഹലങ്ങളും ഉണ്ടാക്കിയതാണ്. വളരെ അടുത്ത സുഹൃത്താണ് എൻ്റെത് ബാലേന്ദ്രൻ ചുള്ളിക്കാട്. ഞാൻ പ്രീ ഡിഗ്രി കാലഘട്ടം മുതൽ വളരെ അടുപ്പമുള്ള ആളാണ്. ഇപ്പം ഞങ്ങളുടെ എഴുത്തുകാരുടെ സംഘടനയുടെ പ്രസിഡൻ്റാണ് ബാലൻ. ഇപ്പോഴും ഏറ്റവും അടുത്ത സുഹൃത്തും സഹപ്രവർത്തകരുമാണ്. പക്ഷേ യാതൊരു ദാക്ഷിണ്യവും ഇല്ലാതെ ഞാൻ ബാലനെ ലേഖനത്തിൽ വിമർശിച്ചിരുന്നു. ബാലനെ മാത്രമല്ല, വിജയലക്ഷ്മിയും. ഒപ്പം എനിക്ക് വളരെ അടുപ്പമുണ്ടായിരുന്ന സച്ചിമാഷിനെയും സച്ചിദാനന്ദനെയും. ഒരു ദയവുമില്ലാത്ത ഒരു അറ്റാക്ക്. എനിക്ക് തോന്നുന്നു പ്രായത്തിൻ്റെയും കൂടി പ്രശ്നമുണ്ടെന്ന് തോന്നുന്നു. എന്നായിരുന്നു കുറച്ചുകൂടി മയപ്പെട്ടേനെ, പറയാനുള്ള കാര്യം പറഞ്ഞേനെ, പക്ഷേ കുറച്ചുകൂടി ഭാഷ മയപ്പെട്ടേനെ എന്ന് തോന്നുന്നു. അപ്പോൾ ആ ലേഖനം വലിയ ചർച്ചയായപ്പോൾ, അന്ന് സെൽഫോണൊന്നുമില്ല, എനിക്ക് ജോലിയില്ല. അങ്ങനത്തെ ഒരു സമയത്ത് ചിലരൊക്കെ എൻ്റെ ലാൻഡ് ലൈൻ നമ്പർ തപ്പിപ്പിടിച്ച് എന്നെ വിളിച്ചു. അങ്ങനെ വിളിച്ചതിൽ പ്രധാനപ്പെട്ട ഒരാൾ VKN ആണ്. VKN എന്നോട് വളരെ രസകരമായിട്ട് അതിനെക്കുറിച്ച് സംസാരിച്ചു. പിന്നെ എന്നെ വിളിച്ച ഒരാൾ മാടൻ പറഞ്ഞു. അപ്പോൾ എന്നോട് പറഞ്ഞു, ഈ വിദ്വാനെ എനിക്കൊന്ന് നേരിട്ട് കാണണമെന്നുണ്ടല്ലോ. തൻ്റെ എഴുത്ത് അസലാണ്, നല്ല മൂർച്ചയുണ്ട് എന്ന് പറഞ്ഞു. നമ്മൾ മൂർച്ച കുറച്ച് കൂടിപ്പോയോ എന്നാണ് ആളുകളുടെ ഒരു സംശയം. അപ്പം എന്നോട് പറഞ്ഞു, ഒരു കാരണവശാലും മാർദ്ദവം കാണിക്കണ്ട കേട്ടോ. അതിപ്പോൾ എന്നെപ്പറ്റി എഴുതുകയാണെങ്കിലും ഒട്ടും മാർദ്ദവം വേണ്ട. പിന്നീട് ഒരിക്കൽ ഈ ജയരാജും മാടമ്പും ചേർന്നുള്ള സിനിമകളുടെയൊക്കെ പശ്ചാത്തലത്തിൽ ഞാൻ മാർദ്ദവുമില്ലാതെ മാടമ്പിനെയും വിമർശിച്ചിട്ടുണ്ട്. അതും അദ്ദേഹത്തിന് അറിയാം. ആ വിമർശനത്തിൽ, എല്ലാ വിമർശനത്തിലും നമ്മൾക്ക് അപ്പുറത്ത് നിൽക്കുന്ന ആളോടുള്ള ആദരവുമുണ്ട് എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. ഓരോ വിമർശനവും എതിർപ്പ് മാത്രമല്ല, അത് ഒരു തരത്തിലുള്ള ഹോമേജ് കൂടിയാണ്. നമുക്ക് ഒരു ഹോമേജ് കൊടുക്കണം എന്ന് തോന്നുന്ന ശക്തിയുള്ള ഒരു എഴുത്തിനോടോ കലാസൃഷ്ടിയോടോ മാത്രമേ നമുക്ക് വിയോജിക്കേണ്ടതുള്ളൂ. അല്ലാത്തതിനെ നമ്മൾ പരിഗണിക്കേണ്ടതില്ല എന്നുള്ളതാണ്. അത്തരത്തിൽ എഴുത്തിൽ തൻ്റെ സാംസ്കാരിക ജീവിതത്തിൽ വളരെ ധാർഷ്ട്യം കലർന്ന ശക്തി കാണിച്ച ആളാണ് മാടൻ. അദ്ദേഹത്തെ സ്മരിക്കാൻ നടത്തുന്ന ഈ കൂട്ടായ്മയിൽ ഭാഗമാകാൻ കഴിഞ്ഞത് എനിക്ക് വലിയ സന്തോഷമുണ്ട്. അതുകൊണ്ടാണ് കൃഷ്ണൻ വിളിച്ചപ്പോൾ മറ്റൊരു കാര്യവുമല്ല. അപ്പോൾ ആ വിയോജിപ്പുകൾ അങ്ങനെ നിലനിൽക്കെ തന്നെ ഞങ്ങൾ തമ്മിൽ ഒരു ഉപാധികളുമില്ലാത്ത സൗഹൃദമാണ്. അന്ന് ഇവിടെ വന്നപ്പോൾ എന്നോട് രഹസ്യമായിട്ട് ചോദിച്ചത്, അല്ല താനീ അടിപ്പടമൊക്കെ എടുത്തിങ്ങനെ പോവുകയാണെങ്കിൽ എഴുത്ത് എന്താ ചെയ്യുക എന്നാണ് അദ്ദേഹം രഹസ്യമായിട്ട് എന്നോട് ചോദിച്ചത്. അപ്പം എൻ്റെ സഹപ്രവർത്തകർ കേട്ടിട്ട് ഇനി എനിക്കൊരു മാനഹാനി ഉണ്ടാവണ്ട എന്നോർത്തിട്ടാണ് രഹസ്യമായിട്ട് എൻ്റെ മാറ്റുന്നവർ ചോദിച്ചത്. അത് കളയരുത് കേട്ടോ എന്നുള്ളത്. അങ്ങനെ എന്നോട് പറഞ്ഞ ഒട്ടനവധി ഗുരുസ്ഥാനികരായ ആളുകളുണ്ട്. വലിയ ഇടവേളകളുണ്ടെങ്കിലും ചെറുതായിട്ട് എഴുത്തിൽ തുടരാൻ എനിക്ക് ശക്തി നൽകുന്നതും അതൊക്കെ തന്നെയാണ്. ഞാൻ എൻ്റെ വിഷയത്തിലേക്ക് വരുന്നതിന് 3-2 കാര്യങ്ങൾ സൂചിപ്പിക്കാം. അത് എനിക്ക് തോന്നുന്നു വിഷയവുമായിട്ട് കൂടി ബന്ധമുള്ള കാര്യമാണ്. എന്നെപ്പറ്റി ഇവിടെ കിഷൻ പറഞ്ഞപ്പോൾ, ഞാൻ എഴുത്തുകാരനാണ്, സംവിധായകനാണ്, നിർമ്മാതാവാണ്, വയക്കോമേറ്റിയും അതുപോലെ TV തുടങ്ങിയ കോർപ്പറേറ്റ്സുമായിട്ട് സിനിമ ചെയ്തിട്ടുള്ള ആളാണ്. പക്ഷേ കൃഷി പറയാതെ പോയൊരു കാര്യമുണ്ട്. എന്നെ സംബന്ധിച്ചിടത്തോളം എൻ്റെ ഐഡൻറ്റിറ്റിയിലെ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ്. അടിസ്ഥാനപരമായി ഞാനൊരു ട്രേഡ് യൂണിയൻ പ്രവർത്തകനാണ്. ഞാനൊരു ട്രേഡ് യൂണിയനിസ്റ്റാണ് എന്നുള്ളതാണ് ഏറ്റവും അടിസ്ഥാനപരമായിട്ടുള്ള എൻ്റെ സിനിമയിലെ ഐഡൻറ്റിറ്റി എന്ന് വിശ്വസിക്കുന്ന ആളാണ് ഞാൻ. കിഷനെ ഞാനുമായിട്ട് അവസാനം കണ്ടതും അതിൻ്റെ ഭാഗമായിട്ട് ഏഷ്യാനെറ്റിൽ പോയി കിഷനെയും ദിലീപിനെയും ഞാനും എൻ്റെ സഹപ്രവർത്തകരും കണ്ടത് ടെലിവിഷൻ രംഗത്ത് പ്രവർത്തിക്കുന്ന ഞങ്ങളുടെ സാങ്കേതിക പ്രവർത്തകർക്കും തൊഴിലാളികൾക്കും കൃത്യമായി വേതനം കിട്ടുന്നില്ല എന്നൊരു പരാതി പറയാനാണ്. അത് ഏഷ്യാനെറ്റിൻ്റെയോ കിഷൻ്റെയോ പ്രശ്നമല്ല, ഏഷ്യാനെറ്റിൽ നിന്നും ആ കോൺട്രാക്റ്റ് എടുക്കുന്ന പ്രൊഡ്യൂസർമാരുടെ പ്രശ്നമാണ്. അത് വളരെ അനുഭാവപൂർവ്വം പരിഗണിച്ച് തന്ന ആളുകളുമാണ് ഇവരൊക്കെ. അപ്പോൾ അവിടെ തന്നെ ഒരു ചെറിയ വൈരുദ്ധ്യം നമുക്ക് തോന്നാം.
ഒരു തൊഴിലാളി പ്രവർത്തനവും മുതൽ മുടക്കുന്ന ഒരു നിർമ്മാതാവും എന്നുള്ളൊരു വൈരുദ്ധ്യമുണ്ട്. ഇത് ഈ സിനിമയെ ആകെ ചൂഴുന്ന വൈരുദ്ധ്യമാണ്. ഇവിടെ സമാന്തര സിനിമ പ്രവർത്തകനാണെന്ന് വിശേഷിപ്പിച്ചപ്പോൾ പി.ടിക്ക് തോന്നിയ രോഷം. പി.ടി ഇവിടെ നിന്ന് പറഞ്ഞത് ഞാൻ നല്ല കണക്ക് പറഞ്ഞ് കൈപ്പൈസ വാങ്ങിച്ചു എന്നുള്ളതാണ്. ഇതാണ് ഇതിൻ്റെ പ്രശ്നമെന്ന് എനിക്ക് തോന്നുന്നു. നമ്മൾ വല്ലാതെ കാൽപ്പനികവൽക്കരിക്കുന്നുണ്ട് ഈ കലാപ്രവർത്തനത്തിൽ. പക്ഷെ കാശില്ലാതെ ആരും ഇതിന് തയ്യാറാവുകയും ചെയ്യുന്നില്ല എന്നുള്ളതാണ്. ഏറ്റവും മലയാള സിനിമയിൽ കാർക്കശ്യത്തോടെ കണക്ക് പറഞ്ഞ് പൈസ വാങ്ങിച്ചിട്ടുള്ള ആൾ എൻ്റെ അറിവിൽ എം ടി വാസുദേവൻ നായരാണ്. മറ്റേത് എഴുത്തുകാരനും വിട്ടുവീഴ്ച ചെയ്യും. എം ടി ഒരു വിട്ടുവീഴ്ച ഒരു കാലത്തിൽ ചെയ്തിട്ടില്ല. ഒരു പൈസയ്ക്ക് പോലും വിട്ടുവീഴ്ച ചെയ്തിട്ടില്ല. ഞാൻ OV വിജയനെ ആദ്യമായിട്ട് കാണാൻ പോകുമ്പോൾ കോട്ടയത്ത് അദ്ദേഹം OV ഉഷയുടെ കൂടെ താമസിക്കുമ്പോഴാണ് ഞാൻ OV വിജയനെ ആദ്യമായിട്ട് കാണാൻ പോകുന്നത്. അപ്പം ഞാൻ ആ മുറിയിലേക്ക് OV ഉഷ പറഞ്ഞോടെ പൊക്കൂടെ ചേട്ടനുണ്ട് പരിചയപ്പെടാം എന്ന് പറഞ്ഞിട്ട് ഞാൻ ചെല്ലുമ്പോൾ ഞാൻ 89-90 കാലഘട്ടത്തിലാണ് ഞാൻ കാണുന്നത്. കട്ടിൽ നിന്ന് ഇറങ്ങി കട്ടിലിനടിയിൽ ഒരു പെട്ടി വലിച്ചെടുത്തിട്ട്, അന്ന് അദ്ദേഹത്തിന് പാർക്കിൻസൺസ് രോഗമുണ്ട്, ബോഡി അദ്ദേഹത്തിൻ്റെ കൺട്രോളിലല്ല, നന്നായിട്ട് ഷെയ്ക്ക് ചെയ്യുന്നുണ്ട്. പക്ഷെ ഈ പെട്ടി തുറന്ന് കറൻസി എണ്ണുന്ന അദ്ദേഹത്തെയാണ് ഞാൻ ആദ്യമായിട്ട് കാണുന്നത്. OV വിജയന്. ഖസാക്കിൻ്റെ ഇതിഹാസമൊക്കെ ഏത് കൗമാരകാലത്ത് മുതൽ വായിച്ച് ഞങ്ങളുടെ തലമുറ അത് ബൈഹാർട്ട് പറയുമായിരുന്നു. പല കാര്യങ്ങളും വെള്ളത്തിൻ്റെ വില്ലീസുകളുടെക്കിടയിലൂടെ സാന്ധ്യപ്രജ്ഞയിലൂടെ എന്നൊക്കെ പറഞ്ഞ് നമ്മൾ നരേറ്റീവായിരുന്നു. അപ്പോൾ അങ്ങനെയുള്ളൊരു എഴുത്തുകാരനെ ഞാൻ ആദ്യം കാണുന്നത് ഈ പണം എണ്ണുന്നതാണ്. അപ്പോൾ ഉഷ വന്നിട്ട് പറഞ്ഞു ഇങ്ങനെ ചേട്ടാ ഇങ്ങനെ ഉണ്ണീഷും വന്നിട്ടുണ്ട് എന്ന് പറഞ്ഞു. എന്നിട്ട് ഉഷ എന്നോട് പറഞ്ഞു എത്ര എണ്ണിയാലും മൂപ്പർക്ക് തൃപ്തിയാവില്ല. അപ്പോൾ കലാകാരൻ എന്ന് പറയുന്നത് ഇത്തരം വൈരുദ്ധ്യങ്ങളുടെ ഒരു സമന്വയമാണ്. കന്നഡ ഗുരുവിൻ്റെ ഒരു പടം അവിടെ ഉണ്ട്. എനിക്കൊന്നും ഇന്ന് ഏറ്റവും ശക്തമായിട്ട് നമ്മൾ പുനർവായിക്കേണ്ടത് ശ്രീനാരായണ ഗുരുവിനെയാണ്, കുമാരനാശാനെയാണ്, നമ്മുടെ കേരളം. അപ്പം പുനർവായനകൾ വേണം. മാടമ്പ് അശിക്ഷിതനാണ് അല്ലെങ്കിൽ ഫോർമൽ എഡ്യൂക്കേഷൻ ഇല്ലാത്ത ആളാണെന്ന് പറഞ്ഞപ്പോൾ ഞാൻ ധരിച്ചിരുന്നത് അതാണ്. ഞാൻ കൃഷ്ണനോട് പെട്ടെന്ന് ചോദിച്ചു. അദ്ദേഹത്തിന് സംസ്കൃതത്തിൽ അഗാധമായ പാണ്ഡിത്യം ഉണ്ടായിരുന്നു. മാതംഗ നന്നായി അദ്ദേഹത്തിന് അറിയാമായിരുന്നു. അവിടെ തമ്പുരാൻ്റെ അടുത്ത് പോയി സംസ്കൃതം പഠിക്കുമ്പോൾ മറ്റുള്ളവരെ സംസ്കൃതം പഠിപ്പിച്ചിരുന്നു എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത്. അപ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ, സംസ്കൃതം എന്ന് പറഞ്ഞാൽ വിജ്ഞാനത്തിൻ്റെ ഭാഷയാണ്, രഹസ്യ അറിവുകളുടെ ഭാഷയാണ്. ആ ഭാഷ ആളുകൾക്ക് പറഞ്ഞു കൊടുക്കാൻ മാത്രം ശിക്ഷിതനായിരുന്നു മാടമ്പ്. അപ്പോൾ ഫോർമൽ എഡ്യൂക്കേഷൻ വേണോ വേണ്ടോ എന്നൊക്കെയുള്ളത് വേറെ പ്രശ്നമാണ്. അതുപോലെ ഇംഗ്ലീഷിൻ്റെ അപ്പോൾ ഇംഗ്ലീഷ് മീഡിയം എന്ന് പറയുന്ന ഒരു സമ്പ്രദായം കേരളത്തിലേക്ക് വന്നതിനെക്കുറിച്ചും പി.ടി പറഞ്ഞു. അപ്പോൾ പി.ടി അങ്ങനെ പറഞ്ഞപ്പോൾ ചെറിയ ആത്മകഥയിലൂടെ ഈ വിഷയത്തിലേക്ക് ആത്മകഥാപരമായ പരാമർശത്തിലൂടെ കടക്കാം എന്ന് പറയും. ഞാൻ 1 തൊട്ട് 10 വരെ മലയാളം മീഡിയത്തിൽ പഠിച്ച ഒരാളാണ്. എൻ്റെ അച്ഛൻ വൈക്കത്തിനടുത്ത് തലയോലപ്പറമ്പ് എന്ന് പറയുന്ന സ്ഥലത്ത് ദേവസ്വം ബോർഡ് കോളേജിലെ ഇംഗ്ലീഷ് പ്രൊഫസറും പിന്നെ അവിടുത്തെ പ്രിൻസിപ്പലുമായിട്ട് ജോലി ചെയ്ത ആളാണ്. അപ്പോൾ അദ്ദേഹം 67 മുതൽ അവിടെയാണ് ജോലി ചെയ്തത്. ഞാൻ തലയോലപ്പറമ്പിന് വലിയ പ്രത്യേകത ഉണ്ടെന്ന് നിങ്ങൾക്കറിയാം. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ ജന്മസ്ഥലമാണ്. വൈക്കം മുഹമ്മദ് ബഷീറിൻ്റെ സഹോദരങ്ങളെല്ലാം തലയോലപ്പറമ്പിലാണ് ജീവിച്ചിരുന്നത്. പാത്തുമ്മയുടെ ആടിലെ പാത്തുമ്മ വിജയ എല്ലാ ദിവസവും അവരെ കണ്ടിട്ടാണ് ഞാൻ സ്കൂളിലേക്ക് പോകാറുണ്ടായിരുന്നത്. ആ സ്കൂളിൻ്റെ പ്രത്യേകത ഒരു വർഷത്തിൽ കഷ്ടിച്ച് 2 പേര് SSLCക്ക് ജയിക്കുന്ന ഒരു സ്കൂളായിരുന്നു. അത്രത്തോളം ഈ വിജയ ശതമാനങ്ങൾ കുറഞ്ഞൊരു സ്കൂളാണ്. അപ്പം ഞാൻ അവിടെയാണ് പഠിച്ചത്. ഞാൻ അവിടെ പഠിക്കുന്നതിൽ അഗാധമായ കുറ്റബോധം അനുഭവിച്ചിരുന്ന ആളായിരുന്നു എൻ്റെ അച്ഛൻ. ഇംഗ്ലീഷ് പ്രൊഫസറായിട്ടുള്ള എൻ്റെ മകൻ ഇങ്ങനൊരു സ്കൂളിൽ പഠിക്കുന്നു, വല്ല ഊട്ടിയിലോ ലൗഡയിലോ ഒക്കെ വിട്ട് പഠിപ്പിക്കാൻ അദ്ദേഹത്തിന് വലിയ താല്പര്യമുണ്ടായിരുന്നു. പക്ഷേ ഞാൻ വലിയ തോതിൽ അനാരോഗ്യമുള്ള ഒരു കുട്ടിയായിരുന്നു. വീട്ടിൽ നിന്ന് മാറി നിന്ന അപ്പം പനി വരുന്ന ഒരാളായിരുന്നു. ഒരുപാട് രോഗങ്ങൾ ഉണ്ടായിരുന്ന ഒരാളായിരുന്നു. അപ്പോൾ ഒരു കാരണവശാലും എന്നെ വീട്ടിൽ നിന്ന് വിടാൻ പറ്റാത്തതുകൊണ്ട് ആ സ്കൂളിൽ പഠിപ്പിക്കുകയും, എന്നാൽ എൻ്റെ മകൻ ഇങ്ങനെ മലയാളം ഒരു മീഡിയം സ്കൂളിൽ പഠിക്കുന്നു എന്ന് വലിയ കുറ്റബോധം അനുഭവിക്കുകയും ചെയ്യുന്ന ഒരു അച്ഛനായിരുന്നു എൻ്റെത്.
അതുകൊണ്ട് അദ്ദേഹം ഞാൻ സ്കൂൾ വിട്ട് വന്നാൽ എന്നോട് പറയുക, ഈ ഇപ്പോഴത്തെ കുട്ടികൾക്ക് അറിയാവുമെന്ന് എനിക്കറിഞ്ഞൂടെ, ഇവിടെ ഇരിക്കുന്ന ചിലർക്കെങ്കിലും അറിയായിരിക്കും, ചുവന്ന തടിച്ച ഒരു പുസ്തകമുണ്ട്, റണ്ണൻ മാർട്ടിൻ, വ്യാകരണ പുസ്തകമാണ്. അതിലെ 3 എക്സർസൈസുകൾ ഒരു തെറ്റും വരുത്താതെ ചെയ്താൽ കളിക്കാൻ പോകാം എന്നുള്ളതാണ്. ഈ അന്നാണ് എനിക്ക് മനസ്സിലായത് അച്ഛൻ എന്ന് പറഞ്ഞാൽ ഗ്രാമറാണ് എന്ന് പറയുന്നത്. പിതാവെന്ന് പറയുന്നത് വ്യാകരണമാണ്, വ്യാകരണ തെറ്റെന്ന് പറഞ്ഞാൽ പിതാവ് ക്ഷമിക്കാത്ത കാര്യങ്ങളാണ് എന്നുള്ളതാണ് പിടികിട്ടുന്നത്. അപ്പോൾ ഭയന്ന് ആ വ്യാകരണം മുഴുവനും ശരിയായിട്ട് ചെയ്ത് കളിക്കാൻ പോകുന്ന എൻ്റെ ആഗ്രഹം ഉള്ളിൽ കൊണ്ടുവന്നു. അതുകൊണ്ട് ഇപ്പോഴും എനിക്ക് ഈ ഇംഗ്ലീഷ് ഗ്രാമർ എൻ്റെ മകൾ തെറ്റിച്ച് എനിക്ക് ടെക്സ്റ്റ് ചെയ്യുമ്പോൾ എനിക്ക് ഭയങ്കര ദേഷ്യം വരും. അതെൻ്റെ ഒരു ഇടിപ്പൽ പ്രശ്നമാണ്. ഇതെന്താ നീ ഇങ്ങനെ എന്താ കാര്യം മനസ്സിലായില്ലേ, അത് ശരിയാണ്, പക്ഷേ അതൊരു ഇടിപ്പൽ സംഗതിയായിട്ട് എന്നെ ഇങ്ങനെ വിടാതെ പിന്തുടരുന്നുണ്ട്. പുള്ളി ഞാനൊരു 8ാം ക്ലാസ്സിലൊക്കെ ആയപ്പോൾ ഒരു പടിയും കൂടി പോയിട്ട് എന്നെ കൊണ്ട് ഇംഗ്ലീഷ് പുസ്തകങ്ങൾ വായിപ്പിക്കാൻ തുടങ്ങി, ഇംഗ്ലീഷ് ഭാഷ ഉറയ്ക്കാനായിട്ട്. അങ്ങനെ എന്നെ നിർബന്ധപൂർവ്വം അദ്ദേഹം ആദ്യം വായിപ്പിച്ച പുസ്തകം ഒരച്ഛൻ മകൾക്ക് അയച്ച കത്തുകൾ, പിന്നെ ഡിസ്കവറി ഓഫ് ഇന്ത്യ. അന്ന് തുടങ്ങിയതാണ് എനിക്ക് ഈ കോൺഗ്രസിനോടുള്ള കളി. കോൺഗ്രസിനോടുള്ള ദേഷ്യം, ഭയങ്കരമായ ഇടിപ്പൻ ദേഷ്യം, ആ വലിയ പുസ്തകങ്ങൾ എന്നെ അടിച്ചേൽപ്പിച്ച പിതാവിൻ്റെ നിയമത്തോടുള്ള എൻ്റെ കരപ്പറയും. അപ്പോൾ ഇംഗ്ലീഷ് എന്ന് പറയുന്നത് എനിക്ക് തോന്നുന്നത്, ഞാൻ PT പറഞ്ഞ കാര്യങ്ങളിലേക്ക് വരികയാണ്, ഇംഗ്ലീഷ് എന്ന് പറയുന്നത് നമ്മളെ ഒരേ സമയം എനേബിൾ ചെയ്യുകയും അതേസമയം എൻസ്ലേവ് ചെയ്യുകയും ചെയ്യുന്ന ഒരു ഭാഷയാണ്. അതുകൊണ്ടുള്ള ഒരു വലിയ മെച്ചം അത് ലോകത്തെമ്പാടും അദ്ദേഹം പറഞ്ഞതുപോലെ സാമ്രാജ്യത്വം, ഇംഗ്ലീഷിൻ്റെ അധീശത്വം സ്ഥാപിച്ചെടുക്കാനായി ഉപയോഗിച്ച ഏറ്റവും വലിയ ബിംബം എന്ന് പറയുന്നത് ഷേക്സ്പിയറാണ്. ഇന്ന് നമ്മൾ പറയുന്നത് ലോകം കണ്ട ഏറ്റവും വലിയ കവി ഷേക്സ്പിയറാണ് എന്നുള്ളതാണ്. അപ്പം മുഴുവൻ സർവകലാശാലകളിലും എല്ലാം ഷേക്സ്പിയറിനെ വലിയൊരു ഐക്കണായിട്ട് നമ്മൾ വെച്ചിരിക്കും. പക്ഷെ ആ ഷേക്സ്പിയർ ഈ സാമ്രാജ്യത്വത്തിൻ്റെ കടന്നുകയറ്റത്തെക്കുറിച്ച് ഒരു അലിഗറി ആയിട്ട് എഴുതിയ അദ്ദേഹത്തിൻ്റെ അവസാനത്തെ നാടകമുണ്ട്, ടെംപെസ്റ്റ് എന്ന് പറയുന്നത്. ആ നാടകത്തിൽ വളരെ രസകരമായ ഒരു സംഗതിയുണ്ട്. ഭാഷ കൈവശമില്ലാത്ത കാലിബൻ എന്ന് പറയുന്ന ഒരു ചെകുത്താൻ, ഒരു സ്മോൾ ഡെവിളിനെ അദ്ദേഹത്തിൻ്റെ ദ്വീപ് പിടിച്ചടക്കുന്ന അച്ഛനും മകളും പ്രോസ്പെരോയും മിറാൻഡയും ഇംഗ്ലീഷ് പഠിപ്പിക്കുകയാണ്, അവനെ സിവിലൈസ് ചെയ്യുക. ഇത് തന്നെയാണ് സാഹിബന്മാർ നമ്മളെ ചെയ്തത്. ഇവിടെ വന്ന് നമ്മളെ സിവിലൈസ് ചെയ്യുകയാണ് ചെയ്തത്. അപ്പോൾ ഷേക്സ്പിയറിൻ്റെ നാടകത്തിലും അത് തന്നെയാണ് ചെയ്യുന്നത്. കാലിബനെ സിവിലൈസ് ചെയ്യുകയാണ് ചെയ്തത്. പക്ഷെ സിവിലൈസ് ചെയ്യുന്ന കാലിബൻ ഒരു ദിവസം മിറാൻഡയെ കടന്നുപിടിക്കുന്നു, മോളസ്റ്റ് ചെയ്യുന്നു. വളരെ രോഷാകുലനായിട്ട് പ്രോസ്പെരോ പറഞ്ഞു, നിനക്ക് ഞാൻ വിദ്യാഭ്യാസം തന്നു, ജ്ഞാനം തന്നു, നീ എന്നോട് എന്താണ് ചെയ്തത്? കാൽവിൻ പറയുന്നൊരു മറുപടിയുണ്ട്, അതാണ് നമ്മൾ എടുക്കേണ്ടതെന്ന് എനിക്ക് തോന്നുന്നു. കാൽവിൻ പറയുന്നത്, യു ടോട്ട് മീ ലാംഗ്വേജ്, നീ എന്നെ ഭാഷ പഠിപ്പിച്ചു, പക്ഷേ എനിക്കതുകൊണ്ട് ഒറ്റ ഉപയോഗമേ ഉള്ളൂ, നിന്റെ ഭാഷയിൽ തെറി വിളിക്കാൻ എനിക്ക് പറ്റും എന്നുള്ളതാണ്. നിന്റെ ഭാഷ ഉപയോഗിച്ച് നിന്നെ എനിക്ക് എതിർക്കാൻ പറ്റും, തെറി വിളിക്കാൻ പറ്റും, ക്രിട്ടിസൈസ് ചെയ്യാൻ പറ്റും എന്നുള്ളതാണ്. ഇത് തന്നെയാണ് നെഹ്റുവും ഗാന്ധിയും ഒക്കെ, അംബേദ്കറും ഒക്കെ ചെയ്തത്. അവരുടെ ഭാഷ ഉപയോഗിച്ച് അവരുടെ ശക്തിയെ ഷേക്ക് ചെയ്യാനാണ് ശ്രമിച്ചത്. ആധുനികതയുടെ മറ്റു കാര്യങ്ങളിലേക്ക് ഈ സമയപരിമിതി ഉണ്ടെന്ന് ഞാൻ കടക്കുന്നില്ല. അത് PT പറഞ്ഞതുപോലെ അച്ഛൻ ഇല്ലാത്തവരുടെ ഒരു ഉദ്വിഗ്നതയിൽ നിന്നാണോ ഉണ്ടാവുന്നത് എന്നൊക്കെ ചോദിച്ചാൽ എനിക്ക് തിരിച്ചാണ് തോന്നുന്നത്. ഇത്രയും ഫാദർ ഒബ്സസ്ഡ് ആയിട്ടുള്ള ഒരു ലിറ്ററേച്ചർ ഇല്ല. ഇപ്പോൾ കാഫ്കയൊക്കെ സംബന്ധിച്ചിടത്തോളം പിതാവാണ് ഏറ്റവും വലിയ പ്രശ്നം. എല്ലാ എഴുത്തുകാരെയും എടുത്ത് നോക്കിയാൽ അച്ഛനാണ് അച്ഛൻ്റെ അധികാരമാണ് ഏറ്റവും വലിയ പ്രശ്നം. ഇവിടെ അതിൽ നിന്നും സിനിമ ആയതുകൊണ്ട് ടു നമ്മളുടെ വിപണി എന്നുള്ളൊരു സംഗതിയിലേക്ക് വരികയാണെങ്കിൽ എനിക്ക് തോന്നിയിട്ടുള്ളത് സിനിമ, എസ്പെഷ്യലി സിനിമ, കല എന്നുള്ളത് വിട്ടേക്ക്, കവിതയ്ക്ക് അല്ലെങ്കിൽ നോവലിന്, കഥയ്ക്ക് ഒക്കെ ഒരു സ്വകാര്യതയിൽ നിലനിൽക്കാൻ പറ്റും. നമുക്ക് എഴുതിയിട്ട് പബ്ലിഷ് ചെയ്യാതെ രഹസ്യമായിട്ടൊക്കെ നമുക്ക് സൂക്ഷിക്കാൻ പറ്റും. ഇപ്പോൾ എമിലി ഡിക്കിൻസൺ എന്ന് പറയുന്ന ലോകം കണ്ട ഏറ്റവും വലിയ പോയറ്റ്, അവർ മരിച്ചു കഴിഞ്ഞ ശേഷം അവരുടെ
കിടപ്പറയിൽ പലയിടത്തായിട്ട് ഒളിപ്പിച്ചു വെച്ച 1200ഓളം കവിതകൾ ആളുകൾ കണ്ടെത്തി. അതുവരെ അവർക്ക് ആർക്കും അറിയില്ലായിരുന്നു എമിലി ഡിക്കിൻസൺ കവിത എഴുതുമെന്ന്. മരണശേഷമാണ് അവരുടെ മുഴുവൻ കവിതകളും പ്രകാശിതമാകുന്നത്. എഴുത്തിന് അത് പറ്റുമായിരിക്കാം, ഇന്നും അതിനുള്ളൊരു സാധ്യതയുണ്ട്. പക്ഷേ സിനിമ പോലെ വളരെ ക്യാപിറ്റൽ സെൻട്രിക് ആയിട്ടുള്ള, മൂലധന കേന്ദ്രിതമായിട്ടുള്ള ഒരു കലാരൂപത്തിന് ഇനി അത് എന്ത് തരത്തിലുള്ള റിബലിയൻ, പൊളിറ്റിക്കലായിട്ടുള്ള സ്റ്റേറ്റ്മെൻറ്റ് നടത്തുകയാണെങ്കിലും അതിന് ആവശ്യം ഒരു മുതൽ മുടക്ക് ആവശ്യമാണ്. അതിന് മനുഷ്യ വിഭവശേഷി ആവശ്യമാണ്. അതിന് കോപ്പിറൈറ്റ് നിയമങ്ങളുണ്ട്. ക്രയവിക്രയം ചെയ്യപ്പെടുന്ന ഒരുപാട് റൈറ്റുകൾ അതിന് ചുറ്റുമുണ്ട്. അതുകൊണ്ട് തന്നെ ഈ വിപണിയും കലയും കെട്ടുപിണഞ്ഞു കിടക്കുന്ന ഒരു സംഗതിയാണ് സിനിമയെ സംബന്ധിച്ചിടത്തോളം. അതുകൊണ്ട് PT-യോട് ഞാൻ 100% യോജിക്കുകയാണ്. ഈ സമാന്തര സിനിമ പോലെ ഒരു വലിയ ഇല്യൂഷൻ മലയാള സിനിമയിൽ ഉണ്ടായിരുന്നു. ഒരിടത്ത് എത്രയോ വർഷം നമ്മൾ സസ്റ്റെയിൻ ചെയ്തൊരു സംഗതിയാണ് സമാന്തര സിനിമ എന്നുള്ളത്. കൊല്ലത്തുള്ള രവി മുതലാളി ഇല്ലെങ്കിൽ അരവിന്ദനും ഉണ്ടാവില്ല, അടൂർ ഗോപാലകൃഷ്ണനും ഉണ്ടാവില്ല എന്നുള്ളത് നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യമാണ്. അദ്ദേഹം ജനറൽ പിക്ചേഴ്സ് രവി എന്ന് പറയുന്ന നിർമ്മാതാവ്, അദ്ദേഹം ഈ ഫിലിം പെട്ടി തന്നെത്താൻ ക്യാരി ചെയ്തിട്ടാണ് വിദേശ ഫെസ്റ്റിവലുകളിൽ. ഞാൻ അദ്ദേഹമായിട്ട് സംസാരിച്ചിട്ടുണ്ട് നേരിട്ട്. അപ്പോൾ അരവിന്ദനും അടൂർ ഗോപാലകൃഷ്ണനും ഒക്കെ അവരുടെ ഈ വിപണിയിൽ നിന്ന് സ്വതന്ത്രമെന്ന് അവർ വിശ്വസിക്കുന്നു. പ്രത്യേകിച്ച് അടൂരിന് അങ്ങനെ നല്ല വിശ്വാസമുള്ള ഒരാളാണ്. വിപണിയിൽ നിന്ന് സ്വതന്ത്രനാണ് എന്ന് നല്ല വിശ്വാസമുള്ള ഒരാളാണ് അടൂർ ഗോപാലകൃഷ്ണൻ. അദ്ദേഹത്തോട് വലിയ ആദരവ് എനിക്കുണ്ട്. അദ്ദേഹത്തിൻ്റെ സിനിമകളോട് ബഹുമാനമുണ്ട്, സിനിമകളോട് യോജിപ്പും വിയോജിപ്പുമുണ്ട്. നമ്മളുടെ സിനിമാ ചരിത്രം കണ്ട ഏറ്റവും വലിയ ചലച്ചിത്രകാരന്മാരിൽ ഒരാളാണ് അടൂർ എന്നുള്ളതിനകത്ത് തർക്കവുമില്ല. പക്ഷേ ഞാൻ വിശ്വസിക്കുന്നത് സ്വന്തം സിനിമ ഏറ്റവും നന്നായിട്ട് വിപണനം ചെയ്യുന്നത് അടൂർ ഗോപാലകൃഷ്ണനാണ് എന്നുള്ളതാണ്. അത് അടൂർ ഗോപാലകൃഷ്ണൻ ഏറ്റവും സ്മാർട്ടായിട്ട് സിനിമ വിൽക്കുന്ന ആളാണ്. അദ്ദേഹം മൂലധനം ഉപയോഗിച്ച് തന്നെ സിനിമ എടുക്കുന്ന ആൾ. നിങ്ങൾ സിനിമയുടെ മുഴുവൻ ചരിത്രവും എടുത്തു നോക്കിക്കഴിഞ്ഞാൽ ഈ മൂലധന താല്പര്യങ്ങൾ ഇന്ന് മുക്തമായിട്ടൊരു സിനിമയും ഇല്ല. ലോക സിനിമ കണ്ട ഏറ്റവും വലിയ വിപ്ലവകാരിയായിട്ട് എല്ലാവരും വാഴ്ത്തുന്ന ഈ അടുത്ത കാലത്ത് മരിച്ച നമ്മളുടെ ഫിലിം ഫെസ്റ്റിവലിൽ ലൈഫ് ടൈം അച്ചീവ്മെൻറ്റ് കൊടുത്ത ഷാൻ ലൂക്ക് ഗൊദാർദാണ്. ഫ്രഞ്ച് ഫിലിം മേക്കറായിട്ടുള്ള ഗൊദാർദാണ്. 1968 അവിടുത്തെ പാരീസ് വിദ്യാർത്ഥി പ്രക്ഷോഭം, വിദ്യാർത്ഥി വിപ്ലവം, പരാജയപ്പെട്ട വിദ്യാർത്ഥി വിപ്ലവത്തിൻ്റെ ഭാഗമായിട്ട് വന്ന ഒരുപാട് ചിന്തകരിലും കലാകാരന്മാരിലും പെടുന്ന ഒരാളായിരുന്നു ഗൊദാർദ്. പക്ഷെ ഗൊദാർദ് അദ്ദേഹത്തിൻ്റെ മുഴുവൻ സിനിമയും നിർമ്മിച്ചത് ഇത്തരത്തിലുള്ള ചില ട്രസ്റ്റുകളും ഫൗണ്ടേഷനുകളും ഒക്കെ ഹെൽപ്പ് ചെയ്തിട്ട് കൂടിയാണ്. ആളുകളിൽ നിന്ന് പണം തിരിച്ചുകൊണ്ട് സിനിമ എടുക്കുവാനായി ജോൺ ശ്രമിച്ചിട്ടുണ്ട്. അതൊരു സ്പൊറാഡിക് അറ്റംപ്റ്റ് എന്നല്ലാതെ നമുക്കൊരു കൃത്യമായിട്ട് നിലനിൽക്കുന്ന ഒരു സംവിധാനമായിട്ട് അതിനെ കാണാൻ കഴിയില്ല. അപ്പോൾ മലയാള സിനിമയിൽ വന്നിട്ടുള്ള ഏറ്റവും വലിയ ഒരു റാഡിക്കൽ ബ്രേക്ക് എന്ന് ഞാൻ കാണുന്നത്, നേരത്തെ ഇത്തരം വേർതിരിവുകൾ കൃത്യമായി അടയാളപ്പെടുത്തിയ അതിർവരമ്പുകൾ നമുക്കുണ്ടായിരുന്നു. നമുക്ക് സമാന്തര സിനിമയുണ്ടായിരുന്നു, മധ്യവർത്തി സിനിമയുണ്ടായിരുന്നു, കച്ചവട സിനിമയുണ്ടായിരുന്നു. ഇങ്ങനെ 3 വിഭജിക്കപ്പെട്ട സിനിമകൾ നമുക്കുണ്ടായിരുന്നു. അതിനകത്ത് ഒരു കാല സമാന്തര സിനിമയിലും മറ്റൊരു കാല ജനപ്രിയതയിലും വയ്ക്കുന്ന മധ്യവർത്തി സിനിമ അതിൽപ്പെടുന്നതായിരുന്നു പത്മരാജൻ, KG ജോർജ്, മോഹൻ, ഭരതൻ എന്നൊക്കെ നമ്മൾ വിശേഷിപ്പിക്കുന്ന. അങ്ങനെ അവരാ ബ്രാൻഡിങ് ജോർജ് സാർ അവസാനം എന്നോട് പറഞ്ഞത് ഐ വാസ് നോട്ട് ബോതേർഡ് എന്നാണ് ജോർജ് സാർ എന്നോട് പറഞ്ഞത്. എനിക്ക് സിനിമ പിടിക്കണമെന്നുള്ളതേ ഉള്ളൂ. ഞാൻ സമാന്തര സിനിമക്കാരനാണോ മധ്യവർത്തി സിനിമക്കാരനാണോ ജനപ്രിയതയുള്ള ആളാണോ എന്നൊന്നും എനിക്ക് ഒരു വിഷയം ഉണ്ടായിട്ടില്ല എന്നുള്ളതാണ്. വിപണി എന്നുള്ളതിൽ നിന്ന് ചലച്ചിത്രം എന്ന കല ഒരിക്കലും സ്വതന്ത്രമാണ് എന്ന് ഞാൻ കരുതുന്നില്ല. എന്നാൽ വിപണിയോട് 100% സമരസപ്പെടുന്ന ഒന്നാണ് ചലച്ചിത്ര കല എന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. വിപണിയെ ആശ്രയിക്കുമ്പോൾ തന്നെ വിപണിയുടെ ഇക്വേഷൻസിനെ മറികടന്നു പോകാനുള്ള ഒരു സഹജശേഷി ചലച്ചിത്ര ഭാഷയ്ക്കുണ്ട്. അത് ചലച്ചിത്രകാരൻ ഉദ്ദേശിക്കുന്നതിനപ്പുറം, ഒരുപക്ഷെ ഞാൻ ഉദ്ദേശിക്കുന്നതിനപ്പുറം എൻ്റെ സിനിമ ഒരുപക്ഷെ ജനസഞ്ചയങ്ങളോട് സംവദിച്ചുകൊണ്ടേയിരിക്കും.
അത്തരത്തിലുള്ള കൊടുക്കൽ വാങ്ങലുകളിൽ ഒരു വിപണി ക്രമപ്പെടുത്തുന്ന രൂപത്തിനപ്പുറം പോകാനുള്ള ഒരു സഹജശേഷി സിനിമയ്ക്കുണ്ട്. പക്ഷേ ഇപ്പം നടക്കുന്ന കാര്യങ്ങൾ 2 പ്രധാനപ്പെട്ട കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് 11:30 മണി വരെയല്ലേ ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കാം. 2 സംഗതികൾ മാത്രം സൂചിപ്പിക്കാൻ ഞാൻ ആഗ്രഹിക്കുന്നു. അത് സിനിമയെ സംബന്ധിച്ച കാര്യം മാത്രമല്ല, ലോകമെമ്പാടുമുള്ള ഒരു വ്യവസായത്തെ സംബന്ധിച്ച കാര്യമാണ്. നമുക്ക് ഒരു 90-കൾ വരെ കേന്ദ്രീകരിക്കപ്പെട്ട ക്യാപിറ്റൽ മൂലധനത്തെക്കുറിച്ചാണ് നമ്മൾ സംസാരിച്ചത്. അതായത് ഒരു മുതൽ മുടക്കുന്ന ആൾ ആരാണ്, അയാളുടെ ക്യാപിറ്റൽ എവിടെ സ്ഥിതി ചെയ്യുന്നു, എത്രത്തോളം എനിക്ക് ആ ക്യാപിറ്റലിനെ ആശ്രയിക്കാം, ആ ക്യാപിറ്റൽ എന്നിൽ നിന്ന് എന്ത് പ്രതീക്ഷിക്കുന്നു എന്നുള്ളതിനെക്കുറിച്ച് നമുക്ക് നല്ല ധാരണയുണ്ട്. അത് വിസിബിൾ ആയിട്ടുള്ളൊരു ക്യാപിറ്റലാണ്. അത് എനിക്ക് കാണാം. നേരത്തെ പറഞ്ഞ പോലെ പണക്കെട്ട് അടക്കി വെച്ചിരിക്കുന്ന കെട്ടുകൾ എനിക്ക് കാണാം. ഞാൻ സിനിമയിൽ വരുന്ന സമയത്തൊക്കെ അങ്ങനെയുള്ള സിനിമാ പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു. ഇങ്ങനെ നോട്ട് കെട്ടുകൾ കണ്ടിരിക്കുന്ന സിനിമാ പ്രൊഡ്യൂസർമാരുണ്ടായിരുന്നു. അതിൽ നിന്നാണ് നമുക്കൊക്കെ പൈസ വന്നുകൊണ്ടിരുന്നത്. ഇപ്പം ഇല്ലല്ലോ, ഇല്ല. അപ്പോൾ വളരെ വിസിബിളായിരുന്നു ക്യാപിറ്റൽ, വളരെ വിസിബിളായിരുന്നു, കേന്ദ്രിതമായിരുന്നു. നമുക്ക് അഡ്രസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു മുതൽ മുടക്കുന്നത്. നമുക്ക് നമ്മളുടെ നിർമ്മാതാവിനെ അഡ്രസ്സ് ചെയ്യാൻ പറ്റുമായിരുന്നു. അപ്പോൾ ഉള്ള ഗുണം കൃഷ്ണൻ നേരത്തെ ഇവിടെ സൂചിപ്പിച്ചോലെ, ഇറ്റ് ഈസ് മോർ ഫിസിക്കൽ ആൻഡ് മോർ ഫേസ് ടു ഫേസ്. നേരിട്ട് ഉള്ള ഒരു 2 ശരീരങ്ങൾ തമ്മിലുള്ള ക്രയവിക്രയമാണ്. ഇപ്പോൾ ഓർമ്മ പുതുക്കാൻ ഓൺലൈനിൽ പറഞ്ഞ പോലത്തെ കാര്യമാണ് പറയുന്നത്. പക്ഷെ 90-കൾക്ക് ശേഷം ഈ ക്യാപിറ്റലിൻ്റെ സ്വഭാവം മാറി, ലോകമെമ്പാടും മൂലധനത്തിൻ്റെ സ്വഭാവം മാറി. അത് വികേന്ദ്രിതമായി, ഡീസെൻട്രലൈസ്ഡ് ആയി. അത് ഒരിടത്ത് മാത്രം ഇരിക്കുന്ന ക്യാപിറ്റലല്ല, ലോകമെമ്പാടും പല രാജ്യങ്ങളിലായി പല ഇൻസ്റ്റിറ്റ്യൂഷൻസിലായി ചിതറിക്കിടക്കുന്ന ഒരു ക്യാപിറ്റലാണ്. ഇപ്പൊ കിഷൻ എൻ്റെ പടം ജിയോ ഹോട്ട്സ്റ്റാർ എടുത്താൽ ആ പൈസ വരുന്നത് ഒരുപക്ഷെ അതിൻ്റെ അക്കൗണ്ടബിലിറ്റി കാര്യങ്ങളെല്ലാം ഇന്ത്യയിൽ സംഭവിക്കുന്ന കാര്യമാണെങ്കിലും ബേസിക്കലി നമുക്കറിയാം അതിനകത്ത് അതിനപ്പുറം പോകുന്ന ചില മാനങ്ങളുണ്ട്. മറ്റുമല്ല, ഈ ക്യാപിറ്റൽ എന്ന് പറയുന്നത് ഒട്ടുമേ വിസിബിൾ അല്ല. ഇപ്പോൾ നമുക്ക് വളരെയധികം ഡിജിറ്റലായിട്ടാണ് നമ്മൾ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരു നേരിട്ടുള്ള ആശയവിനിമയം എത്രത്തോളം പ്രായോഗികമാണ് എന്നെനിക്കറിയില്ല. അത് ഏറ്റവും നന്നായിട്ട് അറിയാവുന്ന ആൾ കിഷനാണ്. ഇവിടെ ഇരിക്കുന്ന കിഷനാണ് ഏറ്റവും നന്നായിട്ട് അറിയാവുന്നത്. ഈ ജിയോ ഞാൻ പറയുന്നേ ഉള്ളൂ, ആമസോൺ ആവാം, നെറ്റ്ഫ്ലിക്സ് ആവാം, എന്തും ആവാം. അവരൊരു സിനിമ പ്രൊഡ്യൂസ് ചെയ്ത് ഞാൻ നേരിട്ട് അറിഞ്ഞതാണ്. വൈക്കോം 18 സിനിമ ചെയ്തപ്പോൾ, അല്ലെങ്കിൽ യൂട്യൂബ് ആയിട്ട് സിനിമ ചെയ്തപ്പോൾ ഞാൻ നേരിട്ട് അറിഞ്ഞതാണ്. നമ്മൾ ആരോടാ സംസാരിക്കുന്നത്? നമുക്കൊരു പിടിയില്ല. 3-4 മെയിൽ ഐ ഡികളുണ്ട്. അവിടെ നമ്മൾ മെയിൽ അയക്കും. ചിലപ്പോൾ 3 മാസത്തിനുള്ളിൽ ഈ ആളുകളെല്ലാം ഷിഫ്റ്റ് ചെയ്തു പോകും. അപ്പം ഏത് പോളിസിയോടാണ് നമ്മൾ സംസാരിക്കുന്നത്, എന്ത് തരത്തിലുള്ള സുതാര്യതയാണ് നമ്മൾ മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് എന്നുള്ളതിൻ്റെ നോംസ് എല്ലാം മാറിക്കൊണ്ടിരിക്കുകയാണ്. അടിക്കടി പ്രൊഡക്ഷൻ്റെ കാര്യങ്ങളിൽ അവരിടപെടുന്നു എന്ന് പറയുന്നത് വല്ലാത്ത രീതിയിൽ കണ്ടന്റ് റെഗുലേഷൻ വരുന്നുണ്ട്. ഇപ്പോൾ ഉള്ളടക്കത്തിലും വലിയ രീതിയിൽ ഇത് ബാധിക്കുന്നു. എങ്ങനെയാണ് ഏറ്റവും നല്ല രീതിയിൽ കച്ചവടം ചെയ്തു പോകുന്ന ഉള്ളടക്കം അത് ഈ സ്ഥാപനങ്ങളിലെ മനുഷ്യരല്ല തീരുമാനിക്കുന്നത്. ഞാൻ മനസ്സിലാക്കിയെടുത്തോളം അത് തീരുമാനിക്കുന്നത് അൽഗോരിതമാണ്. നിങ്ങളോടൊരു അൽഗോരിതമാണ് പറയുന്നത് നിങ്ങൾക്ക് ഇപ്പോൾ ഏറ്റവും നല്ലത് ക്രൈമാണ്, കുറച്ച് ഡാർക്കാണ് എന്ന് ഒരു സംഗതി നമുക്ക് കിട്ടുന്നതിൽ ഒരു പ്രധാന പങ്ക് വഹിക്കുന്നത് മനുഷ്യനിൽ നിന്നും ഒരുപാട് അകലെയുള്ള കാര്യങ്ങളാണ്. അതിനോടൊപ്പമാണ് ഇപ്പോൾ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസിൻ്റെ കടന്നുവരവ്. ക്രിയേറ്റിവിറ്റിയിൽ, സർഗാത്മകതയിൽ ഈ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് വളരെ ശക്തമായിട്ട് ഇടപെടാൻ തുടങ്ങിയിരിക്കുകയാണ്. അതിനെക്കുറിച്ച് കൂടുതലായിട്ട് അറിയാനായിട്ട് കഴിഞ്ഞ 6 മാസമായിട്ട് ഞാനൊരു ഓൺലൈൻ കോഴ്സ് എടുത്ത് ഇപ്പോൾ അത് കംപ്ലീറ്റ് ചെയ്തു. കോഴ്സ് ഞാൻ കംപ്ലീറ്റ് ചെയ്തു. എന്താണെന്നുള്ളത് എന്തും പ്രധാനമായിട്ട് ഇങ്ങനെയൊക്കെ ഒന്ന് സംസാരിക്കുന്നുണ്ട്. അപ്പോൾ നമ്മൾ പ്രോംപ്റ്റ് ചെയ്ത് കഴിഞ്ഞാൽ പല സീനുകളും നമുക്ക് എഴുതി കിട്ടുന്നുണ്ട്. അത് അവൈലബിൾ ആയിട്ടുള്ള ടെംപ്ലേറ്റുകളിൽ നിന്ന് അത് തന്നെ എടുത്ത് നമുക്ക് അപ്പോൾ ആ എഴുത്തിനകത്ത് ഭേദഗതികൾ വേണമെങ്കിൽ അതും നമുക്ക് പറയാം. എത്ര തവണ വേണമെങ്കിലും നമുക്ക് റീഡ്രാഫ്റ്റുകൾ കിട്ടും. അപ്പം ഇത് വരുമ്പോൾ
ഹോളിവുഡിലെയും ഒക്കെ പ്രൊഡക്ഷൻ ഹൗസസ് ചെയ്തത് കൂടുതൽ അവർ ക്രിയേറ്റിവിറ്റിക്ക് ആശ്രയിക്കാൻ തീരുമാനിക്കുന്നു. എഴുത്തുകാരൻ എന്നുള്ളത് പതുക്കെ പതുക്കെ അപ്രസക്തമാകുന്നു. 1969 മറ്റുമാണ് റൊളാൻഡ് ബാർത്ത് എഴുത്തുകാരൻ്റെ മരണം പ്രഖ്യാപിച്ചത്. ദ ഡെത്ത് ഓഫ് ദി ഓതർ, എഴുത്തുകാരൻ മരിച്ചുപോയി എന്ന് അദ്ദേഹം പറയാൻ കാരണം, അദ്ദേഹം എഴുത്തുകാരൻ മരിച്ചുപോയി എന്നുള്ളതുകൊണ്ട് ഉദ്ദേശിച്ചത് വായനക്കാരൻ്റെ ജനനമാണ്. പക്ഷേ ഇവിടെ ഇപ്പം ലിറ്ററലി എഴുത്തുകാരൻ മരിക്കുക ചെയ്യുന്നത്. കാരണം എഴുത്തുകാരനെ ആവശ്യമില്ല എന്ന് ഹോളിവുഡ് സ്റ്റുഡിയോസ് മനസ്സിലാക്കുന്നു. ഷോർട്ട് ഡിവിഷൻ ചെയ്യാനായിട്ട് AI നമുക്ക് ഉപയോഗിക്കാം. അപ്പോൾ ഒരു ഡയറക്ടറിന് എത്രത്തോളം ഇൻ്റർപ്രറ്റ് ചെയ്യാൻ പറ്റും? നമുക്കൊരു സെറ്റ് ഡിസൈന് AI ഉപയോഗിക്കാം, മ്യൂസിക് കമ്പോസ് ചെയ്യാൻ AI ഉപയോഗിക്കാം എന്ന് വന്നപ്പോഴാണ് ഹോളിവുഡിലെ മുഴുവൻ എഴുത്തുകാരും ചേർന്ന് 3.5 മാസം 4 മാസത്തോളം പെൻ ഡൗൺ സ്ട്രൈക്ക് പ്രഖ്യാപിച്ചത്. അതിൻ്റെ ഫലമായിട്ട് അവരുടെ കോപ്പിറൈറ്റ് സംബന്ധമായിട്ടുള്ള മുഴുവൻ എഗ്രിമെൻറ്റുകളും റീഡ്രാഫ്റ്റ് ചെയ്യപ്പെട്ടു. ഈ റീഡ്രാഫ്റ്റ് ചെയ്ത എഗ്രിമെൻറ്റുകൾ വായിക്കുന്നത് വളരെ നന്നായിരിക്കും. വെബ്സൈറ്റിൽ അവൈലബിൾ ആണ്. നിങ്ങൾ വായിക്കുന്നത്, സമയമുണ്ടെങ്കിൽ വായിക്കുന്നത് വളരെ നന്നായിരിക്കും. ഇതിനകത്ത് എഴുത്തുകാരെയും സമ്മതിക്കുകയാണ്, ഇത്ര അളവ് വരെ AI ആവുന്നതിൽ ഞങ്ങൾക്ക് വിരോധമില്ല, ഞങ്ങളെയും കൂടി അക്കോമഡേറ്റ് ചെയ്യുന്നതേ അവർ പറയുന്നത്, അല്ലാതെ ഞങ്ങളെ പൂർണ്ണമായും ഞങ്ങളുടേതാണ് കൃതി എന്നവർ പറയുന്നത്. നോക്കൂ, മനുഷ്യൻ എന്ന് പറയുന്ന ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു സംഗതി ഏതാണ്ട് മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു അവസ്ഥയിലേക്കാണ് നമ്മൾ പോകുന്നത്. അത് നമ്മളെല്ലാം ജീവിച്ചിരിക്കുന്നു എന്നുള്ളതല്ല, സാങ്കേതികമായും ചരിത്രപരമായും എന്തിനൊക്കെ വേണ്ടിയാണോ മനുഷ്യൻ നിലകൊണ്ടത് അത് പൂർണ്ണമായും ഇല്ലാതായിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ ഐ തിങ്ക് ദെയർഫോർ ഐ ആം എന്ന് പറയുന്നുണ്ടല്ലോ, ദെക്കാർത്തെ പോലെ ഒരാൾ പറയുന്നുണ്ട്, ഞാൻ ചിന്തിക്കുന്നു അതിനാൽ ഞാനുണ്ട് എന്ന് പറയുന്നു. ഇപ്പോൾ അതിനെ നമ്മൾ ദെയർ ഈസ് AI ഹെൻസ് ഐ എക്സിസ്റ്റ് എന്ന് നമുക്ക് മാറ്റണം എന്ന് എനിക്ക് തോന്നുന്നു. അവിടെ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ് ഉണ്ട്, അതിനാൽ ഞാനും ഒപ്പമുണ്ട് എന്ന് പറയേണ്ട ഒരവസ്ഥയിലേക്ക് വരും. ഇത് വലിയ ഗൃഹാതുരതയോടുകൂടി വിലപിക്കേണ്ട ഒരു കാര്യമാണ് എന്ന് ഞാൻ വിശ്വസിക്കുന്നില്ല. ഈ ചലഞ്ചിനെ ഏറ്റെടുത്ത് മുമ്പോട്ട് പോകാനേ നമുക്ക് പറ്റുള്ളൂ. മലയാള സിനിമയെ സംബന്ധിച്ചിടത്തോളം പൂർണ്ണമായും സിനിമാ നിർമ്മാണം എന്നുള്ളത് അടുത്ത 4 മാസത്തിനുള്ളിൽ പൂർണ്ണമായും നിലയ്ക്കും എന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ, ഏതാണ്ട് പൂർണ്ണമായും. ഇപ്പോൾ കഴിഞ്ഞ മാസം ഞാൻ കണക്കെടുത്ത് നോക്കുമ്പോൾ 60% സിനിമാ നിർമ്മാണം കുറഞ്ഞിട്ടുണ്ട് മലയാള സിനിമയിൽ. 60% കുറഞ്ഞിട്ടുണ്ട്. ഈ ശേഷിക്കുന്ന 40% അടുത്ത ഏതാനും മാസങ്ങൾക്കുള്ളിൽ അത് ഒരു വല്ലപ്പോഴും ഒരു സിനിമ സംഭവിക്കുന്ന പോലെ ആയാൽ അത്ഭുതപ്പെടേണ്ടതില്ല. കാരണം പൂർണ്ണമായും വിപണിയെ ആശ്രയിച്ച് നടക്കുന്ന മലയാള സിനിമയുടെ റവന്യൂ സോഴ്സസ് മുഴുവനും ഇപ്പോൾ ഈ ബഹുരാഷ്ട്ര കമ്പനികളുടെ പോളിസികളാൽ ആ വെർട്ടിക്കലുകൾ നമുക്ക് നഷ്ടപ്പെട്ടുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം ഞാൻ ഇവിടെ കയറുന്നതിന് മുമ്പ് ഞാനും കൃഷ്ണനുമായിട്ട് അതാണ് സംസാരിച്ചിരുന്നത്. പണ്ട് നമുക്ക് സിനിമ ചെയ്യുന്നതിനോടൊപ്പം തന്നെ നമ്മുടെ OTT റൈറ്റ്, സാറ്റലൈറ്റ് റൈറ്റ് ഒക്കെ ക്യാപിറ്റലൈസ് ചെയ്യാൻ പറ്റുമായിരുന്നു. ഇപ്പോൾ അവർ പറയുന്നത് തിയേറ്ററിലെത്തി തിയേറ്ററിലെ പെർഫോമൻസ് അനുസരിച്ച് നിങ്ങൾക്ക് പണം തരാം, വാങ്ങിക്കാൻ പറ്റുമെങ്കിൽ വാങ്ങിക്കാം എന്നുള്ളതാണ് പറയുന്നത്. പക്ഷെ മറ്റു ചിലവുകളെല്ലാം അതേപോലെ നിൽക്കുന്നു. അപ്പോൾ ഒരു മൾട്ടിനാഷണലിൻ്റെ പോളിസി ഡിസിഷൻ എന്നുള്ളത് കേരളം പോലുള്ളൊരു ചെറിയ ഇൻഡസ്ട്രി പൂർണ്ണമായും ബാധിക്കുന്ന ഒന്നാവുമ്പോൾ കല വിപണിമുക്തമാണോ എന്നുള്ളത് ചർച്ച ചെയ്യുന്നത് എത്രത്തോളം അസംബന്ധ ജടിലമാണ് എന്നുള്ളത് നിങ്ങൾ ആലോചിക്കുക. ഇങ്ങനെ ഒക്കെ ആണെങ്കിൽ പോലും അത്തരത്തിലുണ്ടാവുന്ന സിനിമ മുമ്പോട്ട് വയ്ക്കുന്ന ഒരു പറയപ്പെടാത്ത രാഷ്ട്രീയമുണ്ട്, അൺസ്പോക്കൺ പൊളിറ്റിക്സ് എന്ന് നമ്മൾ പറയും. ആ രാഷ്ട്രീയം ഒരുപക്ഷെ ഈ വിപണിയെ തന്നെ പിടിച്ചു കുലുക്കുവാൻ ശേഷിയുള്ളതായിരിക്കാം. അത് അറിഞ്ഞോ അറിയാതെയോ പല തലങ്ങളിൽ ഇപ്പോഴും സംഭവിക്കുന്നത്. അത് കലയ്ക്ക് സഹജമായിട്ടുള്ളൊരു വിപ്ലവ സ്വഭാവമാണ്. എന്നിരുന്നാൽ പോലും കല എന്നുള്ളത് എപ്പോഴും വിപണി കൺട്രോൾ ചെയ്യുന്ന ഒരു സംഗതിയാണ് എന്നുള്ളതിനകത്ത് ഒരു സംശയവുമില്ല. പ്രത്യേകിച്ച് സിനിമ പോലെയൊരു പ്രത്യയശാസ്ത്ര സ്ഥാപനത്തെ 90-91 ഞാനൊരു ഗവേഷണ വിദ്യാർത്ഥിയായിരിക്കുമ്പോൾ എൻ്റെ ഏറ്റവും താല്പര്യമുള്ള മേഖല എന്ന് പറയുന്നത് ഈ സിദ്ധാന്തങ്ങളുമായിട്ട് ബന്ധപ്പെട്ട മേഖലയായിരുന്നു. അതിൽ തന്നെ മാർക്സിസ്റ്റ് സിദ്ധാന്തങ്ങളുടെ ഒരു എന്താ പറയേണ്ടത്, ഒരു 90s ഡെവലപ്മെൻറ്റുകൾ എനിക്ക് വലിയ താല്പര്യമുള്ള ഏരിയ ആയിരുന്നു. അങ്ങനെ വരുമ്പോൾ ഇപ്പോഴും ഞാൻ ആലോചിക്കുകയാണ് അതിൻ്റെ വൈരുദ്ധ്യം. അന്ന് പുസ്തകങ്ങൾ കിട്ടാനില്ല. ഇന്നത്തെ കുട്ടികൾക്ക് ഇൻ്റർനെറ്റിൽ നിന്ന് എന്തും കിട്ടും. നിങ്ങളൊരു ടോറൻറ്റ് സൈറ്റിൽ പോയാൽ ഏത് പുസ്തകവും കിട്ടും. അന്ന് എനിക്ക് വെറുതെ പോലെ ഒരാളെ വായിക്കണമെങ്കിൽ ഇവിടെ പുസ്തകമില്ല.
അപ്പോൾ എന്നോട് എൻ്റെ അധ്യാപകർ പറഞ്ഞത്, നിങ്ങൾ നേരെ ഹൈദരാബാദിൽ പോകൂ, അവിടെ അമേരിക്കൻ സ്റ്റഡീസ് റിസർച്ച് സെൻ്റർ ഉണ്ട്, അവിടെ ഈ പുസ്തകങ്ങൾ കിട്ടും, അവിടെ നിന്ന് നിങ്ങൾക്ക് ഫോട്ടോ കോപ്പി ചെയ്ത് കൊണ്ടുവരാം എന്നുള്ളതാണ്. നോക്കൂ, ഒരു മാർക്സിസ്റ്റിൻ്റെ ഗതികേട് ആലോചിക്കും. ഇവിടുന്ന് ഹൈദരാബാദിൽ പോയി അമേരിക്കൻ സ്റ്റഡീസ് റിസർച്ച് സെൻ്ററിൽ അമേരിക്കയുടെ പൈസ മുടക്കി പ്രവർത്തിക്കുന്ന ഒരു സ്ഥാപനത്തിലത് ആ പുസ്തകങ്ങൾ മുഴുവൻ ഫോട്ടോ കോപ്പി ചെയ്ത് തിരിച്ച് ട്രെയിനിൽ കയറി ഇവിടെ വന്ന് മാർക്സിസ്റ്റായി നിലനിൽക്കുക എന്നുള്ളൊരു വൈരുദ്ധ്യം ഭീകരമായിരുന്നു എന്നുള്ളത് ആലോചിക്കുക. ഞാൻ അത്തരത്തിൽ 90 ആണെന്ന് തോന്നുന്നു, 90 കൊണ്ടുവന്നതാണ് കേരളത്തിലേക്ക്. ഫോട്ടോ കോപ്പിയുടെ കാർട്ടനുകളിൽ 160 കിലോ വലിയ 2 കാർട്ടനുകളിൽ കയറി ഒരു ട്രെയിനിൽ കയറി അത് വെച്ച് അതിന് എക്സ്ട്രാ പൈസയൊക്കെ കൊടുത്ത് എറണാകുളം നോർത്ത് റെയിൽവേ സ്റ്റേഷനിൽ ഇറങ്ങിയപ്പോൾ, അപ്പോൾ എൻ്റെ കൂടെ എംഫിൽ പഠിച്ചിരുന്ന എൻ്റെ സഹപാഠിയാണ് ഞാൻ വിവാഹം കഴിച്ചത്. അപ്പം അന്ന് ഞങ്ങളുടെ വിവാഹം കഴിഞ്ഞ സമയമാണ്. അപ്പോൾ അവരെന്നെ വിളിക്കാൻ വന്നിട്ടുണ്ടായിരുന്നു റെയിൽവേ സ്റ്റേഷനിൽ. അവരും ഞാനും കൂടിയാണ് ഈ ഉത്തരാധുനികത എടുത്തു വയ്ക്കുന്നത്. ഒറ്റയ്ക്ക് എടുത്തു വയ്ക്കാൻ പറ്റില്ല. അതിനുശേഷം ഞാൻ അവരോട് പറഞ്ഞു, നമുക്ക് എന്തായാലും ഒരു കാശില്ലെങ്കിലും ഒരു ഓട്ടോറിക്ഷ വിളിച്ചേ വീട്ടിൽ പോകാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ഇതും കൊണ്ട് പോകാൻ പറ്റില്ല. ഒരു ഓട്ടോയിൽ കയറ്റാൻ തന്നെ ഭയങ്കര ബുദ്ധിമുട്ടാണ്. പക്ഷേ ഇത് നമ്മൾ രണ്ടുപേരും കൂടി കൂട്ടിയാൽ കൂടില്ല, നമുക്കൊരു പോർട്ടറെ വിളിക്കാം എന്ന് പറഞ്ഞു. അപ്പോൾ അവരെന്നോട് പറഞ്ഞു, സഖാവേ ഇത് തെറ്റാണ്. കാരണം നിങ്ങൾ അധ്വാനശേഷി ചൂഷണം ചെയ്യുകയാണ്. മാർക്സിസ്റ്റ് തിയറി കൊണ്ടുപോയിട്ട് ഒരു പോർട്രേ കൊണ്ട് ഇത് ചോദിച്ചു. അവർ തമാശയായിട്ട് പറഞ്ഞു, അത് നിങ്ങൾ ചെയ്യുന്ന ഭയങ്കര പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യമാണ് എന്നത്. അത്തരത്തിലുള്ള ഒരു പ്രത്യയശാസ്ത്ര ക്രൈസിസിൽ ഒരുപക്ഷെ യൗവനം ചെലവിട്ട ഒരാളെന്ന നിലയ്ക്ക് എനിക്കിത് വലിയ പ്രശ്നമായി തോന്നുന്നില്ല. ഈ എല്ലാ വൈരുദ്ധ്യങ്ങൾക്കിടയിൽ മലയാള സിനിമയിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ 1000 രൂപ വാങ്ങിച്ച് അധ്വാനിക്കുന്ന തൊഴിലാളികൾക്ക് വേണ്ടി സംസാരിക്കുന്നത് എൻ്റെ അവകാശവും എൻ്റെ ബാധ്യതയുമാണെന്ന് ഞാൻ വിശ്വസിക്കാൻ കാരണം ഈ റെയിൽവേ സ്റ്റേഷനിലെ സംഭവമാണെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. കാരണം അത്തരം പ്രത്യയശാസ്ത്ര വൈരുദ്ധ്യങ്ങളെ മറികടന്നുകൊണ്ട് മാത്രമേ നമുക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അത്തരം പ്രത്യയശാസ്ത്ര ബോധ്യങ്ങളിലാണ് ഒരുപക്ഷെ എൻ്റെ കരിയർ പോലും മാറി ഞാനൊരു ചലച്ചിത്ര രംഗത്ത് എത്തിപ്പെട്ടതെന്നും ഞാൻ പറയാൻ ആഗ്രഹിക്കുന്നു. കാരണം എൻ്റെ പ്രിയപ്പെട്ട അധ്യാപകനും എൻ്റെ റിസർച്ച് ഗൈഡുമായ BC ഹാരിസ് എന്നോട് പറഞ്ഞത്, നിങ്ങളുടെ ഈ എംഫിൽ ഡിസർട്ടേഷൻ അതൊന്നും വളരെയധികം ചർച്ച ചെയ്യപ്പെട്ട ഒരു ഡിസർട്ടേഷനാണ്. അതിൻ്റെ വെളിച്ചത്തിൽ നിങ്ങൾ ഫോർഡ് ഫൗണ്ടേഷനിൽ ഒരു സ്കോളർഷിപ്പിന് അപ്ലൈ ചെയ്താൽ അമേരിക്കൻ യൂണിവേഴ്സിറ്റിയിൽ നിന്ന് PhD ചെയ്യാൻ പറ്റും എന്നാണ് പറഞ്ഞത്. ഫോർഡ് ഫൗണ്ടേഷനാണ്, ഫോർഡാണ് അത് ഫണ്ട് ചെയ്യുന്നത്. അപ്പോൾ ഞാൻ ഹാരിസിനോട് പറഞ്ഞു, നത്തിങ് ഡൂയിങ്, ഫോർഡിൻ്റെ പൈസ എനിക്ക് വേണ്ട എന്ന് പറഞ്ഞ ഞാൻ ഇപ്പോൾ UTVയുടെ പൈസ വാങ്ങിക്കുന്നുണ്ട്, ഇപ്പോൾ വൈക്കോമേറ്റിൻ്റെ പൈസ വാങ്ങിക്കുന്നുണ്ട്, കിഷൻ തരുന്ന എല്ലാ പൈസയും വാങ്ങിക്കുന്നുണ്ട്, നെറ്റ്ഫ്ലിക്സ് വാങ്ങിക്കുന്നുണ്ട്, എല്ലാം വാങ്ങിക്കുന്നുണ്ട്. കാരണം അത് ഒരു കാലത്തിൽ നമ്മൾ തറഞ്ഞു പോയിട്ട് കാര്യമില്ല. നമ്മൾ അത്തരം സങ്കീർണതകളെ, ചരിത്രപരമായ സങ്കീർണതകളെ അഭിസംബോധന ചെയ്ത് മാത്രമേ കലാപ്രവർത്തനം നടത്തി നമുക്ക് മുമ്പോട്ട് പോകാൻ കഴിയുകയുള്ളൂ. സിനിമ എന്നുള്ള കലാരൂപത്തിൽ അന്തർലീനമായ അധ്വാനമുണ്ട്. അത് വിയർക്കുന്ന തൊഴിലാളിയുടെ അധ്വാനമാണ്. അതിൻ്റെ അവകാശങ്ങളെക്കുറിച്ച് കൂടി സംസാരിക്കും ഈ വിപണിയുടെ കൺസേൺസിൻ്റെ കൂടെ എന്നുകൂടി പറഞ്ഞുകൊണ്ട് ഞാൻ എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. മാടമ്പിൻ്റെ സ്മരണയ്ക്ക് മുമ്പിൽ പ്രണാമം. മാടമ്പ് കുഞ്ഞുകുട്ടൻ ഫൗണ്ടേഷന്റെ പ്രവർത്തനങ്ങളിൽ തുടക്കം മുതൽ പങ്കാളിയുമായ ശ്രീമതി പ്രേമ ജയകുമാർ ഇന്ന് നമ്മോടൊപ്പമുണ്ട്. ആശംസ എന്ന നിലയിൽ 2 വാക്ക് സംസാരിക്കാൻ ശ്രീമതി പ്രേമ ജയകുമാറിനെ സ്നേഹത്തോടെ ക്ഷണിക്കുന്നു. ഇത്രയാണ് ഞാനിവിടെ വന്നത്. അതും അശ്വത്ഥാമാവ് എന്ന സിനിമ എടുക്കുമ്പോൾ അതിൻ്റെ തുടക്കം മുതൽ ശരിക്കും അതിൻ്റെ പ്രവർത്തനത്തിലൊന്നും ഇൻവോൾവ് ആയിരുന്നില്ലെങ്കിലും അതിൻ്റെ തുടക്കം മുതൽ അതിൻ്റെ ചർച്ചകളും ഒക്കെ കേട്ടിട്ടുണ്ട് കുറേ. അതുകൊണ്ട് അതിൻ്റെ എല്ലാം കൂടി ഒരു നൊസ്റ്റാൾജിയ അങ്ങനെ വന്നതാണ് ഇന്നിവിടെ. അപ്പോൾ മുട്ടുശാന്തി ഇവിടെ കയറി പ്രസംഗിക്കുകയാണ്. എനിക്ക് ആദ്യം പറയാനുള്ളത് ഡോക്ടർ രാജേഷ് പറഞ്ഞ ഡിസ്ക്രിപ്ഷൻസിനെ പറ്റിയാണ്. ഞാൻ അശ്വത്ഥാമാവ് തർജ്ജമ ചെയ്യാനുള്ള കാരണം ഈ 2 കഥാപാത്രങ്ങളും അല്ല, കുഞ്ചുണ്ണിയല്ല, ഉണ്ണിയമ്മയല്ല, അല്ല മറ്റേ കുട്ടൻ്റെ ഭാര്യയല്ല. എനിക്ക് ഇട്ടിച്ചിരി ഞാൻ പരിചയപ്പെട്ടിട്ടില്ലാത്ത ഒരു കഥാപാത്രമായിരുന്നു. മുഖത്തിനേക്കാൾ വലിയ കണ്ണുകൾ, തന്നേക്കാൾ വലിയ വീണ മടിയിലെടുത്ത് വെച്ച് വായിക്കുന്ന, ഒരിക്കലും അതിഥിയാവാത്ത, എന്നും ഏത് വീട്ടിലും ആതിഥേയാവുന്ന ഇട്ടിച്ചിരി. അപ്പോൾ ഇത് മാതൃഭൂമിയിൽ വന്നപ്പോൾ തന്നെ വായിച്ചു. ഞാൻ പഠിക്കുകയാണ് അന്ന്, പഠിച്ചിരുന്നത് ബാംഗ്ലൂരാണ്. മലയാളം അറിയാത്ത കുറേ ഫ്രണ്ട്സ് ഉണ്ടായിരുന്നു. എന്നിട്ട് പോയിട്ട് ഇതങ്ങോട്ട് നമുക്ക് ആ പ്രായത്തൊക്കെ എന്ത് നല്ലത് വായിച്ചാലും എല്ലാവരുമായിട്ട് ഷെയർ ചെയ്യണമല്ലോ. അവിടെ പോയിട്ട് ഇതിനെപ്പറ്റി ഇങ്ങനെ സംസാരിച്ചിട്ട്
അവർ പറഞ്ഞു ഇതൊന്ന് വായിക്കാൻ പറ്റിയിരുന്നെങ്കിൽ എത്ര നന്നായിരുന്നു, ആർക്കും മലയാളം വായിക്കാൻ അറിയില്ല. അങ്ങനെയാണ് ഞാനിത് ആദ്യമായിട്ട് വിവർത്തനം ചെയ്തത്. വലിയ തിരുത്തൊന്നും കൂടാതെ തന്നെ പബ്ലിഷ് ചെയ്യുകയും ചെയ്തു. അത് അഗൈൻ സെറൻഡിപ്പിറ്റി. പബ്ലിഷറെ എങ്ങനെയാണ്, ഞാൻ വെറുതെ ഇവർക്ക് വേണ്ടി ചെയ്തതാണല്ലോ. പലരും കണ്ടെടുത്ത് അതങ്ങനെ ഓവിയൂഷയാണ് സത്യം പറഞ്ഞ പബ്ലിഷറുടെ കയ്യിൽ കൊണ്ടുപോയത്. ഇന്ന് അങ്ങനെ ഒരുപാട് കോയിൻസിഡൻസസ് ഇന്നത്തെ സംസാരത്തിൽ കേട്ടു ഞാൻ. അപ്പോൾ ഓവിയൂഷ താമസിച്ചിരുന്നത് വി കെ മാധവൻകുട്ടിയുടെ തൊട്ടടുത്താണ്. വി കെ മാധവൻകുട്ടിയുടെ കയ്യിൽ ഇതുണ്ടായിരുന്നു ട്രാൻസ്ലേഷൻ. ഉഷ കൊണ്ടുപോയി വികാസ് പബ്ലിഷ് ചെയ്തു. അങ്ങനെ ഉണ്ടായത്. പിന്നെ അശ്വത്ഥമാവ് സിനിമയാക്കുന്ന സമയത്ത് ഇവരെല്ലാം മലയാളത്തിൽ എഴുതി ഉണ്ടാക്കുന്ന വലിയ വലിയ സാധനങ്ങളൊക്കെ ഞാനാണ് ഇംഗ്ലീഷിലേക്ക് തർജ്ജമ ചെയ്തിരുന്നത്. ഫിലിം ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ പൈസ തരുന്നൊക്കെ ഒരു മോഹമുണ്ടായിരുന്നു. അപ്പം അങ്ങനെ ചെയ്തിരുന്നത് ഞാനാണ്. അപ്പം അങ്ങനെ അതിൻ്റെ ഓരോ സ്റ്റെപ്പിലും അതിനെപ്പറ്റി അറിഞ്ഞിരുന്നു. ഇടയ്ക്കൊരു സമയത്ത് മോഹൻ എന്നോട് ഇട്ടിച്ചിരിയുടെ ഇത് അഭിനയിക്കാമോ എന്നും ചോദിച്ചിരുന്നു. അഭിനയം തീരെ അറിയാത്ത ഞാൻ എന്തായാലും അത് പറ്റില്ല പറഞ്ഞു. പക്ഷെ എഴുത്തുകുത്തിലൊക്കെ ഞാൻ കുറേയൊക്കെ ഇൻവോൾവ് ആയിരുന്നു. കുഞ്ഞൂട്ടൻ അങ്ങനെ തന്നെ ഞാൻ വിളിച്ചിരുന്നു. എൻ്റെ വളരെ അടുത്ത സുഹൃത്തായിരുന്നു. ഞങ്ങൾക്ക് രണ്ടാൾക്കും പ്രത്യേകിച്ച് തൊഴിലില്ലാത്തൊരു സമയത്താണ് ഞങ്ങൾ പരിചയപ്പെട്ടത്. അതുകൊണ്ട് തന്നെ നീണ്ട എഴുത്തുകൾ അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതാനൊക്കെ ധാരാളം സമയമുണ്ടായിരുന്നു. ഞാൻ അങ്ങോട്ട് ഇംഗ്ലീഷിലെഴുതും, കുഞ്ഞോട്ട് ഇങ്ങോട്ട് മലയാളത്തിലെഴുതും. അപ്പം എന്തിനെ പറ്റിയാവാം ചർച്ച. അങ്ങനെ എല്ലാത്തിനെയും പറ്റി അങ്ങോട്ടും ഇങ്ങോട്ടും എഴുതിയിട്ട് വളരെ അടുത്ത സുഹൃത്തായി. ഇവിടെ വരാറുണ്ട്. കുട്ടി അനീത്തിയൊക്കെ നല്ലോണം അറിയാം. അങ്ങനെ അശ്വത്ഥമാവിൻ്റെ പ്രീമിയർ കാണാൻ ഞാൻ കോഴിക്കോട്ട് നിന്ന് തൃശ്ശൂർ വരെ വന്നു. ചാവേർപ്പട പറഞ്ഞൊരു നാടകം ഉണ്ടായിരുന്നു. ആ സീസിൻ്റെ എൻ്റെ ഓർമ്മ. അതിൻ്റെ പെർഫോമൻസ് കാണാനും വന്നിട്ടുണ്ട്. അങ്ങനെ എല്ലാ കാര്യത്തിലും ഇൻവോൾവ് ആയിരുന്നു. പിന്നെ ഈ അടുത്ത കാലത്ത് ആലിൻ്റെയും വേപ്പിൻ്റെയും വിവാഹത്തിൻ്റെ അതിനും കൂടി ഞാനാണ് സബ് ടൈറ്റിലിംഗ് ചെയ്തു കൊടുത്തത്. അപ്പം അങ്ങനെ എല്ലാറ്റിലും എന്ത് ചെയ്യുമ്പോഴും ആ കൂട്ടത്തിൽ അതിൽ വലിയ റോളൊന്നും ഇല്ലെങ്കിലും എല്ലാം അറിയുകയും അതിലൊക്കെ അതിൻ്റെയൊക്കെ ഒരു ഭാഗത്ത് ഞാനിവിടെ ഉണ്ടാവാറുണ്ട്. അങ്ങനെ കുറേ കാലം ഒന്നിച്ചുണ്ടായിരുന്ന ഒരു സുഹൃത്ത് നഷ്ടപ്പെട്ടതിൻ്റെ ഇപ്പോഴും സങ്കടമുണ്ട്. കാരണം പലതും നമുക്ക് എന്തെങ്കിലും ഒന്ന് ഉണ്ടാകുമ്പോൾ എഴുതിയിരുന്നെങ്കിൽ എൻജോയ് ചെയ്തേനെ എന്ന് തോന്നുന്നവരുണ്ടല്ലോ. ഈ കാര്യം അവരോട് പറയേണ്ടിയിരുന്നു എന്ന് തോന്നുന്ന കൂട്ടത്തിൽപ്പെട്ട ഒരാളാണ്. അപ്പോൾ ഐ സ്റ്റിൽ മിസ് ആ ഒരു ഇതിൽ നോക്കുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രിട്ടിസൈസ് ചെയ്യാണ്ട് ഇതിന് ഇലക്ഷനിൽ നിന്നപ്പോൾ ഞാൻ ചോദിച്ചു, ഒരുപാട് പണ്ടൊക്കെ ഒരു ചെറിയ ഇടതുപക്ഷ ചായ്വൊക്കെ ഉണ്ടായിരുന്ന ആളായിരുന്നല്ലോ. ഇപ്പോൾ BJPയുടെ കാൻഡിഡേറ്റ് ആയിരുന്നപ്പോൾ ഞാൻ ചോദിച്ചു എന്തിനിപ്പോൾ അങ്ങനെ പോയി നിന്നത് ചോദിച്ചു. അവർ മാത്രമേ എന്നെ വിളിച്ചുള്ളൂ, അപ്പോൾ ഞാൻ പോയില്ലായിരുന്നു ഉത്തരം. ഇങ്ങനെ എന്തെങ്കിലും പറയാൻ തോന്നുന്നത് പറയുകയും കേൾക്കാൻ ഇഷ്ടപ്പെടുകയും ചെയ്യുന്ന ഒരു എനിക്ക് കൂടുതലൊന്നും പറയാനില്ല സത്യം പറഞ്ഞാൽ. കാരണം ഞാൻ പറഞ്ഞില്ലേ, ഞാൻ ഒട്ടും പ്രിപ്പയർഡ് തന്നെ സംസാരിക്കാനൊന്നും ഉദ്ദേശിച്ച് വന്നതല്ല, കേൾക്കാൻ വേണ്ടി മാത്രം വന്നതാണ്. അപ്പോൾ കുട്ടിയും അനീതിയും വിനോദും അപ്പുമൊക്കെ ചെയ്യുന്നത് വളരെ നല്ല കാര്യമാണെന്ന് പറയണം. അവർ ലെറ്റ്സ് ഹോപ്പ് ദി കീപ്പ് ഇറ്റ് അപ്പ് ഫോർ എ ലോങ് ടൈം. അങ്ങനെ നിർത്തട്ടെ. നന്ദി പ്രമേട്ടി. സുഹൃത്തുക്കളെ, ഇവിടെ ഇന്ന് സന്നിഹിതരായിരിക്കുന്ന വിശിഷ്ടാതിഥികളെ ആരെയും നിങ്ങൾക്ക് പ്രത്യേകം പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ല. അവരെല്ലാവരും നിങ്ങൾക്ക് ഈ കേരളത്തിലെ സാമൂഹിക സാംസ്കാരിക രംഗങ്ങളിൽ വളരെ കാലമായിട്ട് പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന ആൾക്കാരാണ്. അവരെല്ലാവരെയും നിങ്ങൾക്ക് അറിയാം. എന്നാൽ ഈ പറയുന്ന എന്നെ നിങ്ങളിവിടെ വളരെ ചുരുക്കമാക്കട്ടെ അറിവുണ്ടായിരുന്നു. അതുകൊണ്ട് ഞാൻ എന്നെ ഒന്ന് സ്വയം പരിചയപ്പെടുത്താം. ഞാൻ മാറുന്ന കുഞ്ഞുങ്ങൾ നേരാണ്. ഇതിനാണ് അനവധി കൊല്ലങ്ങളായിട്ട് പ്രവാസിയാണ്.
അതിനാൽ കേരളത്തിലെ സാംസ്കാരിക രംഗവുമായിട്ടുള്ള എൻ്റെ അടുപ്പം വളരെ പരിമിതമാണ്. ഇപ്പോൾ അതുകൊണ്ട് തന്നെ എന്നെ നിങ്ങൾക്ക് ആർക്കും പരിചയമുണ്ടായിരിക്കില്ല. ഇത്രയും എന്നെ പരിചയപ്പെടാറുണ്ട്. ശ്രീ മാടമ്പ് കുഞ്ഞിക്കുട്ടിനെ ഞാൻ വിളിക്കുന്നത് കുഞ്ഞേട്ടൻ എന്നാണ്. ശ്രീ മാടമ്പ് കുഞ്ഞിക്കുട്ടനും എൻ്റെ ഓർമ്മ എന്ന് പറഞ്ഞാൽ ഞങ്ങൾ ഏട്ടൻ അനുജൻ എന്നുള്ള ബന്ധത്തിനേക്കാൾ കൂടുതലായിട്ട് ഞങ്ങൾക്ക് പലപ്പോഴും ഒരു എന്താ പറയുക സൗഹൃദ ബന്ധമായിരുന്നു. ഏട്ടൻ അനുജൻ എന്നുള്ളതുകൊണ്ട് തികഞ്ഞ സൗഹൃദമായിരുന്നു. ഞാൻ വരുന്ന ദിവസം അറിയിച്ചാൽ നെടുമ്പാശ്ശേരി എയർപോർട്ടിലേക്ക് അന്നേ ദിവസം തന്നെ ഏട്ടൻ കൊച്ചപ്പനെയോ അല്ലെങ്കിൽ ജയചന്ദ്രനെയോ ആരെങ്കിലും തിരിക്കും. ഒരു കസ്റ്റംസ് ക്ലിയറൻസിൻ്റെ എല്ലാം കഴിഞ്ഞിട്ട് അവിടെ നിന്നുള്ള ട്രാഫിക് ജാമിൻ്റെ എല്ലാം കഴിഞ്ഞ് ഞങ്ങളിവിടെ എത്തുമ്പോൾ രാത്രി നല്ല പാതിരയായിരിക്കും. അതുവരെ അവിടെ ഇരിക്കുന്ന ആ കസരകൾ ഞങ്ങളെയും കാത്ത് ഏട്ടൻ എൻ്റെ കുഞ്ഞേട്ടൻ ഇവിടെ ഉണ്ടായിരിക്കും. പിന്നെ അക്ഷരശ്ലോകത്തിൽ എനിക്കുള്ള താല്പര്യം കുഞ്ഞേട്ടന് അസലായിട്ട് അറിയാം. അതുകൊണ്ട് ഞാൻ വരുന്ന ദിവസം തന്നെ ഞാൻ ഇവിടെയുള്ള ദിവസങ്ങളിൽ തന്നെ ജനീന്ദ്ര മാഷയും അങ്ങനെയൊക്കെ വിളിച്ച് ഞങ്ങളിവിടെ അക്ഷരശ്ലോകവും പിന്നെ പല തമാശകളും ഒക്കെ പറഞ്ഞ് അങ്ങനെ ഇരിക്കും. ആദ്യകാലത്ത് ഈ പ്രേമയൊക്കെ പറഞ്ഞതുപോലെ ഇടതുപക്ഷ സഹയാത്രികനായിരുന്നു അദ്ദേഹം. പക്ഷേ അദ്ദേഹത്തിന് മാടമ്പിലെ മഹർഷിയാക്കി തീർത്തത് അദ്ദേഹത്തിൻ്റെ കൗളാചാരമാണ് എന്നാണ് എനിക്ക് തോന്നുന്നത്. കൗളെന്ന് പറഞ്ഞാൽ അത്ര നിസ്സാരമൊന്നുമല്ല. നേരത്തെ തന്നെ ഭാഷയിൽ പറഞ്ഞാൽ മാണിക്യക്കല്ലും കരിങ്കല്ലും രണ്ടും കല്ല് തന്നെ എന്ന് തിരിച്ചറിയണം. ഒരു മനുഷ്യൻ്റെ ജീവനെ പോലെ തന്നെയാണ് വിലപ്പെട്ടതാണ് ഒരു പുഴുവിന് അതിൻ്റെ ജീവൻ എന്നും കൂടി തിരിച്ചറിയണം. ഇതെല്ലാം തിരിച്ചറിഞ്ഞ് എന്താണ് സാധനയിലൂടെ അനുഭവിച്ചറിഞ്ഞ് സ്വാംശീകരിച്ചതുകൊണ്ടാണ് എല്ലാവരെയും ഒരുപോലെ സ്നേഹിക്കാൻ അദ്ദേഹത്തിന് സാധിച്ചത്. അദ്ദേഹത്തിന് എല്ലാവരും പ്രിയപ്പെട്ടവരായിരുന്നു. ഈ പറമ്പിലുള്ള എല്ലാ പക്ഷി മൃഗാദികളും ഇവിടെയുള്ള ഈ ചക്രക്കുട്ടി പാറു എന്ന് അദ്ദേഹം വിളിക്കുന്ന ആ മുള്ളുമുരുക്ക് മരവും എല്ലാം തന്നെ ദിവസവും കാലത്ത് പൂജ കഴിഞ്ഞ് അദ്ദേഹം വരുന്നതും കാത്തിട്ട് ഇവിടെ നറുക്കമ്മനും പക്ഷികളും ഒക്കെ ഇവിടെ നിൽക്കുമായിരുന്നു. സാക്ഷാൽ ശ്രീരാമകൃഷ്ണ പരമഹംസരെ പരമഗുരുവായിട്ട് മനസ്സാ സങ്കല്പിച്ച് ആ വന്ധാവിലൂടെ മുന്നേറിക്കൊണ്ടിരിക്കുന്ന സമയത്താണ് കോവിഡ് ആ ജീവൻ എടുത്ത് കളഞ്ഞത്. ആരെയും ബുദ്ധിമുട്ടിക്കാതെ അധികം ബുദ്ധിമുട്ടാതെ അദ്ദേഹം യാത്രയാണ്. ഞാൻ വിഹരിച്ച എല്ലാ രംഗങ്ങളിലും സ്വന്തം വ്യക്തിമുദ്ര പതിപ്പിച്ച് ഭഗവാൻ തന്നെ ഏൽപ്പിച്ച ദൗത്യം ഭംഗിയായിട്ട് നിർവഹിച്ച് അദ്ദേഹം യാത്രയായി എന്നുള്ളത് നമുക്ക് ആശ്വസിക്കാം. അദ്ദേഹത്തിൻ്റെ സാഹിത്യ സാംസ്കാരിക ജീവിതത്തിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിക്കാൻ ഭാഗ്യം സിദ്ധിച്ച പലരും ഇന്നിവിടെ സന്നിഹിതരായിട്ടുണ്ട്. എൻ്റെ ജ്യേഷ്ഠൻ്റെ സഫലമായ ജീവിതയാത്രയിൽ സ്നേഹമായിട്ട് സ്വാതന്ത്ര്യമായി സഹായമായി ഒപ്പം സഞ്ചരിക്കാൻ സാധിച്ച അവരുടെ അവരുടെ എല്ലാ ഓർമ്മകളെ പുതുക്കാനും ഇന്നിവിടെ എല്ലാവർക്കും സന്നിഹിതരായിട്ടുള്ള എല്ലാവർക്കും എൻ്റെ പ്രണാമം അർപ്പിച്ചുകൊണ്ട് ഞാൻ എൻ്റെ ഈ വാക്കുകൾ അവസാനിപ്പിക്കുന്നു. നന്ദി. വസുപ്പ. നമസ്കാരം. മാടമ്പ് ഓർമ്മ 2025 ആദ്യഘട്ടം ഇതോടെ അവസാനിക്കുകയാണ്. ഔപചാരികമായി എല്ലാവരും നന്ദി പറയേണ്ടതുണ്ട്. ആദ്യമായി ഇതിനായി ഇവിടെ എത്തിച്ചേർന്ന എല്ലാവരോടും മാടമ്പ് ഫൗണ്ടേഷൻ്റെ വക നന്ദി പ്രകടിപ്പിക്കുന്നു. പിന്നെ ഇന്ന് മുഖ്യ അതിഥിയായി വന്ന് മാടമ്പ് ഓർമ്മയിലൂടെ നമ്മൾ ഇന്നത്തെ ഫംഗ്ഷൻ തുടങ്ങി വെച്ച് സഹായിച്ച് സംസാരിച്ച ശ്രീ PT കുഞ്ഞുമുഹമ്മദ്, അദ്ദേഹം കുറച്ച് നേരത്തെ പോയെന്ന് പറഞ്ഞ് ഇവിടുന്ന് വിട്ടുപോയി. എന്ന് അദ്ദേഹത്തോട് ഫൗണ്ടേഷൻ്റെ ഭാഗമായി നന്ദി പ്രകടിപ്പിച്ചു കൊടുക്കുന്നു. ശ്രീ B ഉണ്ണികൃഷ്ണൻ എനിക്ക് കൂടി താല്പര്യമുള്ള ചില സബ്ജക്റ്റിനെ പറ്റി പറഞ്ഞ് ഞാൻ വിറ്റ് ശമ്പളം വാങ്ങുന്ന ജീവിക്കുന്ന ഒരാളായതുകൊണ്ട് എനിക്ക് അതിനെപ്പറ്റി പല അഭിപ്രായങ്ങളുണ്ടെങ്കിലും അത് പിന്നീട് പറയാം. പക്ഷേ മാടമ്പ് സ്മരണ, മാടമ്പ് മുഖ്യ പ്രഭാഷണം കഴിഞ്ഞ 4 വർഷമായി നമ്മൾ വളരെ കൗതുകപൂർവ്വം വളരെ ആകാംക്ഷയോടെ ശ്രദ്ധിച്ചുകൊണ്ട്
കേട്ടുകൊണ്ടിരിക്കുന്ന ഒരു സബ്ജക്റ്റിൽ വളരെ വ്യത്യസ്തമായി സിനിമയുടെ കലാകമ്പോളം മാർക്കറ്റിംഗ് കൂടി ഉള്ള വിഭാഗത്തെ പറ്റി സംസാരിച്ച് മാടമ്പിൽ ഓർമ്മയിലൂടെ അത് കൊണ്ടുപോയി ഇന്നത്തെ സിനിമ വ്യവസായത്തിൻ്റെ നിലയെപ്പറ്റിയും സംസാരിച്ച ശ്രീ ബി ഉണ്ണികൃഷ്ണന് എല്ലാവരുടെ ഭാഗമായി നന്ദി പ്രകാശിക്കൊള്ളുന്നു. ഇന്ന് അതിഥി അല്ലാതെ നമ്മളുടെ ഒപ്പമുള്ള ഒരാളായി വന്ന് നമ്മളോട് 2 വാക്ക് സംസാരിച്ച ശ്രീ പ്രേമ ടീച്ചറോടും നന്ദി പ്രകാശിക്കുന്നു. പ്രേമ ടീച്ചർ ആദ്യമായി എനിക്ക് പരിചയപ്പെടുത്തി തരുന്നത് ഞാൻ മാഡമിനോട് അദ്ദേഹത്തിന് ഏറ്റവും പ്രിയപ്പെട്ട ഒരു പുസ്തകം എനിക്ക് ഓം ശാന്തി ശാന്തിയാണ്. അത് ആരും ഇംഗ്ലീഷിലേക്ക് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ടില്ലല്ലോ, എന്താണെന്ന് ചോദിച്ചപ്പോൾ ഒരാൾ ചെയ്തിട്ടുണ്ട്, ഞാനിപ്പോൾ കണക്ട് ചെയ്തു തരാമെന്ന് ഫോൺ എടുത്ത് അങ്ങനെയാണ് ഞാൻ ആദ്യമായി ഇവരോട് സംസാരിക്കുന്നത്. അപ്പോൾ എനിക്ക് അതിൻ്റെ ഒരു കോപ്പി കിട്ടാൻ വല്ല വഴിയുണ്ടോ? അപ്പോൾ അത് പുസ്തകം ഇപ്പോൾ എവിടെ ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല, പക്ഷേ എൻ്റെ കയ്യിൽ കോപ്പി ഉണ്ട്, ഞാനത് അയച്ചു തരാമെന്ന് പറഞ്ഞത് ഫോട്ടോ കോപ്പി എടുത്ത് എനിക്ക് അയച്ചു തന്ന് ഒരു ഓർമ്മ ഉണ്ടായിട്ടുണ്ട്. പിന്നെ പറയാനുള്ളത് നമ്മുടെ തന്നെ ആൾക്കാരായ രാജേഷും കിഷനും വാസപ്പനാണ്. അവരോട് ഔപചാരികമായി നന്ദി പറയേണ്ട ആവശ്യമില്ല, അതുകൊണ്ട് നിർത്തും. താങ്ക് യു. നമ്മുടെ 2ാമത്തെ പരിപാടികൾ വളരെ ഉടനെ തന്നെ തുടങ്ങുകയാണ്. അന്വേഷണം. താങ്ക് യു ജയ്.